ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ നമ്മളോട് വളരെ സുന്ദരമായ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അവരുടെ ജീവിതത്തിലെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളോട് പറയാൻ വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വളരെ ശാന്തമായി പൂർണ്ണ ശ്രദ്ധയോടെ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മളിൽ പലരും അറിയാതെ ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട്. മറ്റേയാൾ അവരുടെ സങ്കടങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഉടനെ ഒരു ഡോക്ടറോ ഗുരുവോ ഒക്കെ ആയി മാറി അവർക്കെന്തെങ്കിലും പരിഹാരങ്ങളോ ഉപദേശങ്ങളോ നൽകാനുള്ള ഓട്ടപ്പാച്ചിലാവും. നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങും. എന്നാൽ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. മുൻപ് തന്നെ സങ്കടപ്പെട്ടിരിക്കുന്ന ആ വ്യക്തി ആ സമയത്ത് നിങ്ങളിൽ നിന്ന് യാതൊരു പരിഹാരവുമല്ല ചോദിക്കുന്നത്. അവരുടെ അടുത്ത് ആരെങ്കിലും ഒന്ന് വന്നിരിക്കണമെന്നും അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധയോടെ കേൾക്കണമെന്നും അവരുടെ ആ വേദനയും വികാരങ്ങളും ശരിക്കും ഒന്ന് മനസ്സിലാക്കണമെന്നും മാത്രമാണ് അവർ പ്രാഥമികമായി ആഗ്രഹിക്കുന്നത്. യാതൊരു തടസ്സങ്ങളോ ഇടപെടലുകളോ ഇല്ലാതെ ആ വ്യക്തിക്ക് അവരുടെ ഉള്ളിലെ കാര്യങ്ങൾ മുഴുവൻ നിങ്ങളോട് തുറന്നു പറയാൻ കഴിയുമ്പോൾ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ശാന്തിയും ആശ്വാസവും അനുഭവപ്പെടും. ഈ വലിയ ലോകത്ത് താൻ പറയുന്ന കാര്യങ്ങളും തൻ്റെ വേദനയും മനസ്സിലാക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നും ഈ വിഷമഘട്ടത്തിൽ തനിക്കൊപ്പം നിൽക്കാൻ ഒരാളുണ്ടെന്നും അവർക്ക് തോന്നും. സത്യം പറഞ്ഞാൽ മിക്ക സമയത്തും ആളുകൾക്ക് നമ്മുടെ വലിയ വലിയ ഉപദേശങ്ങളുടെ യാതൊരു ആവശ്യവുമില്ല. വാക്കുകളിലൂടെ പറയാൻ കഴിയാത്ത അവരുടെ ആ പറയാത്ത കാര്യങ്ങൾ പോലും കേൾക്കാൻ കഴിയുന്ന അവരെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ മാത്രമാണ് അവരന്വേഷിക്കുന്നത്. വിഷമിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആത്മാർത്ഥമായ ആശ്വാസമോ സമാധാനമോ നൽകാനുള്ള ഏറ്റവും നല്ലതും എളുപ്പമുള്ളതുമായ മാർഗം മുൻവിധികളോ അഭിപ്രായങ്ങളോ ഇല്ലാതെ അവർ പറയുന്നത് പൂർണ്ണ മനസ്സോടെ കേൾക്കുക എന്നത് മാത്രമാണ്. ആരും ചോദിക്കാതെ നമ്മളായിട്ട് ആവശ്യമില്ലാത്ത ഉപദേശങ്ങൾ നൽകാതിരിക്കുകയും പകരം ആളുകൾ പറയുന്നത് ശാന്തമായി കേൾക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളോടുള്ള ബഹുമാനവും സ്നേഹവും ഒരുപാട് വർദ്ധിക്കും. നമ്മൾ വളരെ ഗൗരവമുള്ള കാര്യബോധമുള്ള ശാന്തപ്രകൃതമുള്ള ഒരാളാണെന്ന് അവർക്ക് തോന്നി തുടങ്ങും. കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുന്ന വ്യക്തി നമ്മളാണെന്ന് അവർ വിശ്വസിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഈ കാര്യം എപ്പോഴും ഓർക്കുക. അടുത്ത തവണ ആരെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ പൂർണ്ണ ശ്രദ്ധയോടെ അത് കേൾക്കുക. അവർ പ്രത്യേകം ആവശ്യപ്പെട്ടാൽ മാത്രം നിങ്ങളുടെ ഉപദേശങ്ങൾ അവർക്ക് നൽകുക. ജീവിതത്തിലെ വളരെ മനോഹരമായ മറ്റൊരു സത്യം എന്തെന്നാൽ നിങ്ങൾ കുറച്ചു മാത്രം സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ വളരെ നിഗൂഢവും ആകർഷകവുമായ ഒരു വ്യക്തിയായി മാറുന്നു എന്നതാണ്. ആളുകൾ ഒരു കാന്തം പോലെ നിങ്ങളുടെ അടുത്തേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടാൻ തുടങ്ങും. കുറച്ചു മാത്രം സംസാരിക്കുന്ന ഒരാളെക്കുറിച്ച് അയാൾ ശരിക്കും ആരാണെന്നും അയാളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്നും അയാളുടെ ചിന്തകൾ എന്തൊക്കെയാണെന്നും അറിയാൻ എല്ലാവരും ശ്രമിക്കും. നിങ്ങളുടെ ഈ മൗനം നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ആഴം ഊഹിക്കാൻ ആളുകളെ നിർബന്ധിതരാക്കും. ഈ ശാന്തമായ സ്വഭാവം നമ്മുടെ മനസ്സുമായി വളരെ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമായ ഭഗവത്ഗീതയിൽ യോഗേശ്വരനായ ശ്രീകൃഷ്ണൻ വളരെ സുന്ദരമായ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ പ്രകൃതം പിന്നെ ഒരു സ്ഥലത്തും അടങ്ങിയിരിക്കാൻ കഴിയാത്തതാണെന്നും എപ്പോഴും അശാന്തമായി ഇങ്ങോട്ടും അങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക എന്നതാണ് അതിൻ്റെ പണിയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. രാവും പകലും വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ച് തുടർച്ചയായി ചിന്തിക്കുകയും ഉത്കണ്ഠപ്പെടുകയും ചെയ്താൽ ഇതുവരെ വന്നിട്ട് പോലും ഇല്ലാത്ത ഭാവിയിലെ ആ സാങ്കല്പിക പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അത് നമ്മെ രക്ഷിക്കുമെന്ന് നമ്മുടെ ഈ ചഞ്ചലമായ മനസ്സ് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കും. മനസ്സ് നമുക്ക് നൽകുന്ന ഒരു വ്യാജ ആശ്വാസമാണിത്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല എന്നതാണ് വാസ്തവം. സത്യം എന്തെന്നാൽ സന്തോഷത്തോടെ ഇരിക്കാൻ നമുക്ക് ലഭിച്ച നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയം അനാവശ്യമായ ഉത്കണ്ഠകളിലും ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ഭയങ്ങളിലും ആശങ്കകളിലും കഴിഞ്ഞുപോയ ഭൂതകാലത്തെക്കുറിച്ചുള്ള കുറ്റബോധങ്ങളിലും നഷ്ടപ്പെടുത്തുകയാണ് നാം ചെയ്യുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ സ്നേഹത്തോടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് മനസ്സിൻ്റെ ഈ ഓട്ടപ്പാച്ചിലും ചഞ്ചലമായ പ്രകൃതവും തടയുകയോ മാറ്റുകയോ ചെയ്യുന്നത് തീർച്ചയായും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അതൊരിക്കലും അസാധ്യമായ ഒന്നല്ല എന്നാണ്. നിങ്ങളൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്കെപ്പോഴെങ്കിലും ഒരു കാക്കയുടെ അടുത്ത് പോയി സഹോദര നീ ഈ കാക്കരച്ചിലൊന്ന് നിർത്താമോ എന്ന് ചോദിക്കാൻ കഴിയുമോ? അതല്ലെങ്കിൽ ഒരു തവളയുടെ അടുത്ത് പോയി വെള്ളം കാണുമ്പോൾ തുള്ളിച്ചാടുന്നത് നിർത്താൻ പറയാൻ കഴിയുമോ? നിങ്ങൾക്കൊരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അത് അവയുടെ ജന്മസിദ്ധമായ സ്വഭാവമാണ്, അവയുടെ പ്രകൃതമാണ്. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവവും അതുപോലെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നാലും വളരെ നല്ല കാര്യങ്ങൾ നടക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വളരെ മോശമായ സമയത്തിലൂടെ കടന്നു പോകുകയാണെങ്കിലും നമ്മുടെ മനസ്സ് സമയം കളയാതെ തന്നെ ഉത്കണ്ഠയും അസ്വസ്ഥതകളും ആശങ്കകളും കൊണ്ട് പൂർണ്ണമായും നിറയും. പലപ്പോഴും ആളുകളെ കാണുമ്പോൾ അവരിൽ പലരും വിഷമിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണെന്ന് തോന്നിപ്പോകും. രാവിലെ എഴുന്നേറ്റ് വിഷമിക്കുക എന്നത് മാത്രമാണ് അവരുടെ പ്രധാന ജോലി എന്ന് തോന്നും. നാം നമ്മുടെ ജീവിതത്തെ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളും അഗാധമായ സങ്കടങ്ങളും ജീവിതത്തിലെ എല്ലാ കുഴപ്പങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന
തെറ്റായ സങ്കല്പങ്ങൾ മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ സ്നേഹത്തോടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് മനസ്സിന്റെ ഈ ഓട്ടപ്പാച്ചിലും ചഞ്ചലമായ പ്രകൃതവും തടയുകയോ മാറ്റുകയോ ചെയ്യുന്നത് തീർച്ചയായും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അതൊരിക്കലും അസാധ്യമായ ഒന്നല്ല എന്നാണ്. നിങ്ങളൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്കെപ്പോഴെങ്കിലും ഒരു കാക്കയുടെ അടുത്ത് പോയി, സഹോദരാ, നീ ഈ കാക്കരച്ചിലൊന്ന് നിർത്താമോ എന്ന് ചോദിക്കാൻ കഴിയുമോ? അതല്ലെങ്കിൽ ഒരു തവളയുടെ അടുത്ത് പോയി വെള്ളം കാണുമ്പോൾ തുള്ളിച്ചാടുന്നത് നിർത്താൻ പറയാൻ കഴിയുമോ? നിങ്ങൾക്കൊരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അത് അവയുടെ ജന്മസിദ്ധമായ സ്വഭാവമാണ്, അവയുടെ പ്രകൃതമാണ്. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവവും അതുപോലെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തുതന്നെ സംഭവിച്ചുകൊണ്ടിരുന്നാലും, വളരെ നല്ല കാര്യങ്ങൾ നടക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വളരെ മോശമായ സമയത്തിലൂടെ കടന്നുപോകുകയാണെങ്കിലും നമ്മുടെ മനസ്സ് സമയം കളയാതെ തന്നെ ഉത്കണ്ഠയും അസ്വസ്ഥതകളും ആശങ്കകളും കൊണ്ട് പൂർണ്ണമായും നിറയും. പലപ്പോഴും ആളുകളെ കാണുമ്പോൾ അവരിൽ പലരും വിഷമിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണെന്ന് തോന്നിപ്പോകും. രാവിലെ എഴുന്നേറ്റ് വിഷമിക്കുക എന്നത് മാത്രമാണ് അവരുടെ പ്രധാന ജോലി എന്ന് തോന്നും. നാം നമ്മുടെ ജീവിതത്തെ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളും അഗാധമായ സങ്കടങ്ങളും ജീവിതത്തിലെ എല്ലാ കുഴപ്പങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന തെറ്റായ സങ്കല്പങ്ങൾ മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഈ ചിന്തകൾക്ക് പലപ്പോഴും നമ്മുടെ യഥാർത്ഥ ജീവിതവുമായി യാതൊരു ബന്ധവും ഉണ്ടാകില്ല. എങ്ങോട്ടൊക്കെയോ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ചഞ്ചലമായ മനസ്സിനെ ശാന്തമാക്കാനും അതിനെ ഒരിടത്തുറപ്പിച്ചു നിർത്താനും ശ്രീകൃഷ്ണൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതും ഒരിക്കലും പരാജയപ്പെടാത്തതുമായ 2 വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ വഴി ധ്യാനം പരിശീലിക്കുക എന്നതും രണ്ടാമത്തെ വഴി വൈരാഗ്യം പരിശീലിക്കുക എന്നതുമാണ്. ഇപ്പോൾ ധ്യാനം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ ആദ്യം വരുന്നത് കണ്ണടച്ചിരിക്കുകയും സ്വന്തം ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നതാണ്. എന്നാൽ ധ്യാനത്തിൻ്റെ യഥാർത്ഥവും വളരെ വിശാലവുമായ അർത്ഥം മറ്റൊന്നാണ്. നിങ്ങൾ ആ സമയത്ത് എന്തൊരു കാര്യമാണോ അല്ലെങ്കിൽ പ്രവൃത്തിയാണോ ചെയ്യുന്നത്, നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയും അതിൽ മാത്രം കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ ശ്രദ്ധ അവിടെ നിന്നും ഒട്ടും വ്യതിചലിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം. ഉദാഹരണത്തിന്, നിങ്ങൾ അടുക്കളയിൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ ചപ്പാത്തി ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ മാത്രമായിരിക്കണം. നിങ്ങൾ ടി-വിയിൽ ഏതെങ്കിലും സിനിമ കാണുകയാണെങ്കിൽ അതിൽ പൂർണ്ണമായും മുഴുകുക. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സമയം പാഴാക്കുകയാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും അതെത്ര ചെറുതോ നിസ്സാരമോ ആണെങ്കിലും പൂർണ്ണ മനസ്സോടെയും ഏകാഗ്രതയോടും യഥാർത്ഥ സമർപ്പണത്തോടും കൂടി ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ ഒരുതരം ധ്യാനമായി മാറുന്നു. ഇങ്ങനെ ധ്യാനപൂർണമായി ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ശാന്തിയും സ്ഥിരതയും ധൈര്യവും എത്ര വലിയ വിജയവും താനേ കടന്നുവരും. ഇനി ശ്രീകൃഷ്ണൻ പറഞ്ഞ രണ്ടാമത്തെ വഴിയായ വൈരാഗ്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. വൈരാഗ്യം എന്ന വാക്ക് കേൾക്കുമ്പോൾ പലരും ഭയപ്പെടുകയും സ്വന്തം വീടും കുടുംബവും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉപേക്ഷിച്ച് ഏതെങ്കിലും കാട്ടിലേക്ക് പോകുന്നതാണ് ഇതിൻ്റെ അർത്ഥമെന്ന് ചിന്തിക്കുകയും ചെയ്യും. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥവും പ്രായോഗികവുമായ അർത്ഥം അതല്ല. നിങ്ങൾ ജീവിതത്തിൽ എന്ത് കർമ്മം ചെയ്താലും അതിൻ്റെ ഫലത്തെക്കുറിച്ച് ഉത്കണ്ഠയോ ആസക്തിയോ പാടില്ല എന്നതാണ് വൈരാഗ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം എന്തായിരിക്കുമെന്നത് നിങ്ങളുടെ കൈകളിലല്ല. പൂർണ്ണ സമർപ്പണത്തോടെ കർമ്മം ചെയ്യുക എന്നത് മാത്രമാണ് നിങ്ങളുടെ അധികാരത്തിലുള്ളത്. ഇതൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ വളരെ നല്ലൊരു ജോലിക്കായി ഒരു ഇൻ്റർവ്യൂവിന് പോയി എന്ന് കരുതുക. പൂർണ്ണമായ സമർപ്പണത്തോടും സത്യസന്ധതയോടും കൂടി ആ ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കുകയും അവിടെ പോയി നിങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് നിങ്ങളുടെ കടമ. എന്നാൽ ആ ജോലി നിങ്ങൾക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ കൈകളിലല്ല. ഇതിൻ്റെ ഫലം മറ്റ് പല ബാഹ്യഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. അതായത് മറ്റുദ്യോഗാർത്ഥികളുടെ യോഗ്യത എന്താണ്, ആ കമ്പനിയുടെ യഥാർത്ഥ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഇൻ്റർവ്യൂ നടത്തുന്നവരുടെ തീരുമാനം എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിന് പൂർണ്ണമായും അതീതമാണ്. അതുകൊണ്ട് നിങ്ങളുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വെറുതെ വിഷമിക്കാതിരിക്കുക. നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ നിങ്ങളുടെ പരിശ്രമത്തിലും അധ്വാനത്തിലും മാത്രം കേന്ദ്രീകരിക്കുക. ഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ പൂർണ്ണമായും ഉപേക്ഷിക്കുക. ഇതാണ് വൈരാഗ്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം. ഉത്കണ്ഠയുടെ അനാവശ്യമായ തീയിൽ എരിഞ്ഞടങ്ങുന്നതിൽ നിന്നും നമ്മുടെ മനസ്സിനെ എന്നേക്കുമായി രക്ഷിക്കാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള പരാജയപ്പെടാത്ത രണ്ടാമത്തെ വഴിയും ഇത് തന്നെയാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ശുദ്ധവും യഥാർത്ഥവുമായ മനസ്സോടെ പൂർണ്ണ ഭക്തിയോടെ ഭഗവത്ഗീത വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നിടത്തെല്ലാം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ, നമ്മുടെ ശ്രീഹരി തന്നെ നേരിട്ട് വന്ന് വസിക്കുമെന്ന് പറയപ്പെടുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതെങ്ങനെ? ഗീതയിലെ ഈ അമൂല്യമായ വചനങ്ങൾ ഭഗവാന്റെ സ്വന്തം വായിൽ നിന്ന് നേരിട്ട് വന്ന അമൃതത്തിന് തുല്യമാണ്.
അദ്ദേഹത്തിൻ്റെ മഹിമയ്ക്കും അത്ഭുതങ്ങൾക്കും അതിരുകളില്ല. അത് വാക്കുകളിൽ ഒതുക്കാൻ ആർക്കും കഴിയില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, അറിവിൻ്റെ ഈ പുണ്യഗംഗയിൽ മുങ്ങുന്നതിന് മുൻപ് നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് ഒരു നിമിഷം കൈകൂപ്പി പ്രാർത്ഥിക്കാം. ഹേ നന്ദകിശോര, ഹേ വാസുദേവ കൃഷ്ണ, ഇന്ന് നിങ്ങളുടെ ഈ ദിവ്യവും മധുരവുമായ വചനങ്ങൾ കേൾക്കുകയും അത് മനസ്സിലേക്ക് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഏതു നല്ലവരായ ആത്മാവിലാണെങ്കിലും അങ്ങയുടെ ദയയും കൃപയും എപ്പോഴും അവരോടൊപ്പം ഉണ്ടാകണേ. അവരുടെ അസ്വസ്ഥമായ മനസ്സിന് യഥാർത്ഥ ശാന്തി ലഭിക്കട്ടെ. അവരുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും എന്നേക്കുമായി മാഞ്ഞു പോകട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി ഒട്ടും വൈകാതെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കാണിച്ചു തന്ന ജീവിതം നയിക്കാനുള്ള ഈ മികച്ചതും അതുല്യവുമായ രീതിയുടെ മനോഹരമായ യാത്ര നമുക്കെല്ലാവർക്കും ചേർന്ന് ആരംഭിക്കാം. എൻ്റെ സുഹൃത്തുക്കളെ, ഏകാന്തത എന്നത് വളരെ വലിയൊരു ശാപമാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ സത്യം പറയട്ടെ, ഒറ്റയ്ക്കായിരിക്കുക അല്ലെങ്കിൽ ഏകാന്തത അനുഭവിക്കുക എന്നത് ഒരു മോശം കാര്യമല്ല. മറിച്ച് ഇത് നമുക്ക് ലഭിക്കുന്ന വളരെ വിലപ്പെട്ടതും അമൂല്യവുമായൊരവസരമാണ്. ഒരു ദിവസം എല്ലാം അവസാനിക്കാൻ പോകുന്ന ഈ ലോകത്ത് ഒരു വ്യക്തിയും അല്ലെങ്കിൽ ഒരു വസ്തുവും എന്നേക്കുമായി നമ്മുടേതാകില്ല എന്ന കാര്യം വളരെ ആഴത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ആ പ്രത്യേക നിമിഷമാണ് ഏകാന്തത. ഈ കൈപ്പേറിയ സത്യം ഒരു കണ്ണാടി പോലെ നമ്മുടെ മുന്നിൽ വ്യക്തമാകുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഏറ്റവും ശക്തമായ കവചമായി മാറണമെന്ന തിരിച്ചറിവും ബുദ്ധിയും സ്വാഭാവികമായും നമ്മുടെ ഉള്ളിൽ വരും. നമ്മൾ തന്നെ നമ്മുടെ ഏറ്റവും ഉറപ്പുള്ളതും സത്യസന്ധവുമായ ആശ്രയമായി മാറേണ്ടതുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കലയാണ്. എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കഴിവ് കൂടിയാണിത്. കാരണം സുഹൃത്തുക്കളെ, ഈ ജീവിതം എന്ന നാടകം അവസാനിച്ച് നാം അടുത്ത യാത്രയിലേക്ക് കടക്കുമ്പോഴും നമ്മൾ നമ്മുടെ കൂടെ തന്നെയാണ് നിൽക്കേണ്ടതെന്നതാണ് സത്യം. നമ്മുടെ സ്വന്തം മനസ്സും നമ്മുടെ സ്വന്തം ആത്മാവും തന്നെയാണ് നമ്മുടെ ഏറ്റവും സത്യസന്ധനും എപ്പോഴും കൂടെ നിൽക്കുന്നവനുമായ കൂട്ടുകാരൻ. ഇത്രയും വലുതും വിശാലനുമായ ഈ ലോകത്ത് ഓരോ വ്യക്തിയും അവൻ തൻ്റെ ജീവിതത്തിൽ എത്ര വലിയ വിജയം നേടിയ ആളാണെങ്കിലും, എത്ര പ്രശസ്തനാണെങ്കിലും, അല്ലെങ്കിൽ ആളുകൾക്ക് എത്ര പ്രിയപ്പെട്ടവനാണെങ്കിലും, തൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഈ ഏകാന്തതയുടെ അഗാധമായ തോന്നലിലൂടെ കടന്നു പോകുമെന്നത് തീർച്ചയാണ്. മനുഷ്യരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ബാധകമായൊരു സത്യമാണിത്. ആർക്കും ഈ ഏകാന്തതയിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. പലപ്പോഴും നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ബാഹ്യമായ സംഭവങ്ങൾ കാരണമാണ് ഈ ഏകാന്തത നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഉദാഹരണത്തിന്, നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ നമ്മിൽ നിന്ന് അകന്നു പോകുന്നത്, നമ്മുടെ സ്ഥലമോ നഗരമോ മാറുന്നത്, അല്ലെങ്കിൽ സമൂഹവും സാഹചര്യങ്ങളും കാരണം ആളുകളിൽ നിന്നൊറ്റപ്പെടുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം ഏകാന്തതയും ആഴക്കടലിലേക്ക് നമ്മെ തള്ളിയിട്ടേക്കാം. എന്നാൽ സുഹൃത്തുക്കളെ, മറുഭാഗത്ത് പലപ്പോഴും ഈ ഏകാന്തത ഏതെങ്കിലും ബാഹ്യ കാരണം കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഒരു യാത്രയുടെ വളരെ സ്വാഭാവികമായ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. ഈ ഏകാന്തത നമ്മെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുന്നു. ഇത് സ്വയം തിരിച്ചറിയാനും സ്വയം കണ്ടെത്താനും ഒരു വഴിയായി മാറുന്നു. ഇത് നമ്മുടെ സ്വന്തം മനസാക്ഷിയുമായി, നമ്മുടെ സ്വന്തം മനസ്സുമായി സംസാരിക്കാനുള്ള വളരെ വിലപ്പെട്ടൊരു മാധ്യമമായി മാറുന്നു. പുറത്തെ ബഹളങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്നും മുഖം തിരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുമ്പോൾ ഈ ഏകാന്തതയും ശാന്തതയും നമ്മെ തന്നെ മനസ്സിലാക്കാനും നമ്മുടെ പോരായ്മകളെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും ചിന്തിക്കാനും വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരവസരം നൽകുന്നു. ഒറ്റയ്ക്കായിരിക്കുമ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ പഠിക്കുന്നവർ, ഈ ഏകാന്തതയെയും ഒറ്റപ്പെടലിനെയും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുന്നവർ സത്യത്തിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെയും മനസ്സിൻ്റെയും യജമാനന്മാരായി മാറുന്നു എന്ന് വിശ്വസിക്കുക. അവരുടെ സന്തോഷവും സങ്കടവും ലോകത്തിലെ ആളുകളെയോ പുറത്തെ സാഹചര്യങ്ങളെയോ ആശ്രയിച്ചല്ല നിൽക്കുന്നത്. അവർ തങ്ങളുടെ വികാരങ്ങളെയും ദേഷ്യത്തെയും സ്നേഹത്തെയും സ്വന്തം നിയന്ത്രണത്തിൽ നിർത്തുന്നു. അവർ തങ്ങളുടെ തീരുമാനങ്ങൾ സ്വയം എടുക്കുകയും സന്തോഷത്തിലേക്കുള്ള വഴികൾ സ്വയം കണ്ടെത്തുകയും ചെയ്യുന്നു. ആത്മവിശ്വാസവും സ്വാശ്രയത്വവുമുള്ള ഇത്തരം ആളുകളുടെ മുന്നിൽ ലോകം താനെ തലകുനിക്കും. എന്നാൽ ഇവിടെ തലകുനിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവർ അഹങ്കാരത്തോടെ ലോകത്തെ കീഴടക്കുന്നു എന്നല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ ആ തിളക്കവും മനസ്സിലെ ആ ശാന്തതയും അവരുടെ വാക്കുകളിലെ ആ സത്യസന്ധതയും വ്യക്തതയും കാണുമ്പോൾ ആളുകളുടെ മനസ്സിൽ സ്വാഭാവികമായും അവരോടൊരു ബഹുമാനം തോന്നുകയും ആളുകൾ അവരിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ്. ആരെങ്കിലും തങ്ങളെ അംഗീകരിക്കുമെന്നോ സഹായിക്കുമെന്നോ ഇത്തരക്കാർ ആരോടും പ്രതീക്ഷിക്കാറില്ല. അവരാരുടെയും സഹായത്തിനായി കാത്തു നിൽക്കുന്നവരല്ല. മാത്രമല്ല സുഹൃത്തുക്കളെ, ഈ സ്വാതന്ത്ര്യം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയതും പരാജയപ്പെടാത്തതുമായ കരുത്തായി മാറുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ സംഭാഷണത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ എങ്ങനെ പഠിക്കാമെന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ വളരെ ആഴത്തിലും വിശദമായും ചിന്തിക്കും. ഒറ്റയ്ക്ക് ജീവിക്കുക എന്നതിനർത്ഥം ഏകാന്തതയുടെ വേദന സഹിക്കുകയോ അതുമായി പൊരുത്തപ്പെടുകയോ ചെയ്യുക എന്നല്ല, മറിച്ച് ഒറ്റപ്പെടലിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ആ ഏകാന്ത സമയത്ത് സ്വയം ഒരു മികച്ച വ്യക്തിയായി മാറുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം.
ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ ശീലം സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മെ എങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് നാം മനസ്സിലാക്കും. നമ്മുടെ വികാരങ്ങൾക്കും മാനസിക സമാധാനത്തിനും നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കും പണത്തിനും പോലും മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് എങ്ങനെ കുറയ്ക്കാമെന്നും നാം മനസ്സിലാക്കും. അതിലും പ്രധാനമായി നിങ്ങളെ തന്നെ ഈ രീതിയിൽ തയ്യാറാക്കുന്നതും പരിശീലിപ്പിക്കുന്നതും നിങ്ങളെ ഉള്ളിൽ നിന്ന് എത്രത്തോളം ശക്തനും കരുത്തനുമാക്കുമെന്നും നിങ്ങളുടെ ആ ആത്മവിശ്വാസവും മനസ്സമാധാനവും കണ്ട് ഈ ലോകം മുഴുവൻ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങുമെന്നും നാം മനസ്സിലാക്കും. നമസ്കാരം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഞാൻ നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ചിന്തകളുടെയും അറിവിൻ്റെയും ഈ ആഴമേറിയ യാത്രയുമായി മുന്നോട്ട് പോകുന്നതിന് മുൻപ് നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരിക്കൽ കൂടി ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പി പ്രാർത്ഥിക്കാം. ഹേ കൃഷ്ണ, ഹേ ഗോപാല, ഹേ മുരാരി, ഇന്ന് നിങ്ങളുടെ ഈ മധുരവും അമൃതതുല്യവുമായ വചനങ്ങൾ കേൾക്കുന്ന യഥാർത്ഥ ഭക്തരുടെ ജീവിതത്തിൽ നിങ്ങളുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകണമേ. നിങ്ങളുടെ സ്നേഹവും ശരിയായ വഴി കാണിക്കുന്ന അനുഗ്രഹവും എപ്പോഴും അവരോടൊപ്പം ഉണ്ടാകട്ടെ. അവരുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും സങ്കടങ്ങളും അവരെ അലട്ടുന്ന എല്ലാ ഉത്കണ്ഠകളും നിങ്ങളുടെ ദയയാൽ എന്നേക്കുമായി അകന്നു പോകട്ടെ. അവരുടെ ജീവിതം മുഴുവൻ യഥാർത്ഥ സന്തോഷവും അഗാധമായ സമാധാനവും നിങ്ങളോടുള്ള സ്നേഹനിർഭരമായ ഭക്തിയും കൊണ്ട് നിറയട്ടെ. എൻ്റെ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇത്രയധികം സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകാനുള്ളൊരു വലിയ കാരണം നമ്മൾ പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നതാണ്. ഓർക്കുക, മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷകൾ വയ്ക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുകയും വിഷമിക്കുകയും ചെയ്യുന്നത്. ഈ പ്രതീക്ഷകൾ, പ്രത്യേകിച്ച് അവ യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയാകുമ്പോഴോ അല്ലെങ്കിൽ ആരോടെങ്കിലും തെറ്റായ രീതിയിൽ പ്രതീക്ഷകൾ വയ്ക്കുമ്പോഴോ അവ നമ്മുടെ മനസ്സിൽ നിരാശയുടെ വിത്തുകൾ പാകാൻ തുടങ്ങും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഒരാൾ ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ എന്തെങ്കിലും കാരണം കൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെ സഹായിക്കാനോ പിന്തുണയ്ക്കാനോ കഴിയാതെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് അത് വലിയൊരു മുറിവാകും. നിങ്ങളെ വഞ്ചിച്ചതുപോലെ, നിങ്ങളെ ചതിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും. നിങ്ങൾ വളരെ ഒറ്റപ്പെട്ടവനായും തീർത്തും നിരാശനായും സ്വയം അനുഭവപ്പെടാൻ തുടങ്ങും. എന്നാൽ സുഹൃത്തുക്കളെ, ഇതിനു വിപരീതമായി ഈ ലോകത്തിലെ ഓരോ മനുഷ്യനും അവരുടേതായ ചില പരിമിതികളുണ്ടെന്ന കൈപ്പേറിയ സത്യം നിങ്ങൾ തുടക്കം മുതൽ തന്നെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുവെന്ന് കരുതുക. ഓരോ വ്യക്തിക്കും അവരുടേതായ ചില വ്യത്യസ്ത ആവശ്യങ്ങളുണ്ട്. മാത്രമല്ല, അവർക്ക് അവരുടേതായ ചില ബാധ്യതകളുമുണ്ട്. ആവശ്യമുള്ളപ്പോൾ ആർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. ഈ കാര്യം നിങ്ങൾ മുൻകൂട്ടി തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ നിരാശയെ നേരിടാൻ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മുൻകൂട്ടി തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ആ സാഹചര്യത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട ഊർജവും ശക്തിയും മറ്റുള്ളവരിൽ പ്രതീക്ഷയർപ്പിച്ച് പാഴാക്കുന്നതിനു പകരം സ്വയം യോഗ്യനും പ്രാപ്തനുമാക്കാൻ നിങ്ങളത് ഉപയോഗിക്കും. മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കുന്നതിനു പകരം നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാൻ മറ്റൊരു വഴി നിങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും. ഒപ്പം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ ധൈര്യത്തോടെ നേരിടാൻ നിങ്ങൾ തന്നെ മുന്നോട്ട് വരും. ജീവിതത്തിൽ വളരെ വലുതും അതുല്യവുമായ വിജയങ്ങൾ നേടിയ ലോകത്തിലെ ആ മഹാന്മാരുടെ ജീവിതം നിങ്ങൾ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും അവരെക്കുറിച്ച് വായിക്കുകയും ചെയ്താൽ നിങ്ങൾക്കൊരു കാര്യം വ്യക്തമായി കാണാൻ കഴിയും. ആ മഹാന്മാർക്കെല്ലാം ഒറ്റയ്ക്ക് നടക്കാനുള്ള വളരെ വലിയൊരു ധൈര്യവും കരുത്തും ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. തങ്ങളുടെ ജീവിതയാത്രയിൽ മറ്റൊരാൾ വന്ന് തങ്ങളെ പിന്തുണയ്ക്കുമെന്നോ തങ്ങളുടെ കൈപിടിക്കുമെന്നോ അവരൊരിക്കലും കാത്തുനിന്നിട്ടില്ല. അവർ സ്വയം അവരുടെ ഏറ്റവും വിശ്വസ്തനും ഉറപ്പുള്ളതുമായ കൂട്ടുകാരനായി മാറി. തങ്ങളുടെ സ്വന്തം കഴിവിലും കഠിനാധ്വാനത്തിലും അവർക്ക് അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്നു. സ്വന്തം കാലിൽ നിൽക്കുക, അതായത് സ്വയം പര്യാപ്തരാകുക എന്നത് തന്നെയാണ് ഏതു പ്രശ്നത്തിനുമുള്ള ഏറ്റവും സത്യസന്ധവും ശരിയായതുമായ പരിഹാരമെന്ന് അവർ വിശ്വസിച്ചു. സുഹൃത്തുക്കളെ, സ്വാശ്രയത്വം നേടുക അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുക എന്നതിനർത്ഥം നിങ്ങൾ സ്വയം പണം സമ്പാദിക്കുക എന്നത് മാത്രമല്ല. നിങ്ങളുടെ വികാരങ്ങൾക്കും നിങ്ങളുടെ മാനസിക സമാധാനത്തിനും നിങ്ങൾ പൂർണ്ണമായും നിങ്ങളെ തന്നെ ആശ്രയിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. നമ്മൾ മറ്റുള്ളവരെ വളരെയധികം ആശ്രയിക്കുമ്പോൾ ഈ ശീലം നമ്മെ ഉള്ളിൽ നിന്ന് പതുക്കെ വളരെ ദുർബലരാക്കുന്നു. സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള നമ്മുടെ കഴിവ് നഷ്ടപ്പെടാൻ തുടങ്ങും. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നാം മറ്റുള്ളവരിൽ അന്വേഷിക്കാൻ തുടങ്ങും. പിന്നീട് ആ ആളുകൾ നമ്മുടെ ചുറ്റുമില്ലാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മെ സഹായിക്കാൻ കഴിയാതെ വരുമ്പോഴോ നമ്മൾ പൂർണ്ണമായും പരാജയം സമ്മതിക്കുകയും തകർന്നു പോകുകയും ചെയ്യും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഹൃദയവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളായാലും പണവുമായി ബന്ധപ്പെട്ടതായാലും ദൈനംദിന ജോലികളുമായി ബന്ധപ്പെട്ടതായാലും നിങ്ങളുടെ സ്വയം ആവശ്യങ്ങൾ നിറവേറ്റാൻ പഠിക്കുക. എല്ലാം പെട്ടെന്ന് സംഭവിക്കില്ല. അതിനാൽ ചെറിയ ചുവടുവെപ്പുകളിലൂടെ തുടങ്ങുക. നിങ്ങളുടെ ദൈനംദിന ചെറിയ പ്രശ്നങ്ങൾക്ക് സ്വയം പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ സ്വയം എടുക്കുക. നിങ്ങളുടെ പുഞ്ചിരിക്കും നിങ്ങളുടെ സന്തോഷത്തിനും വേണ്ടി മറ്റൊരു വ്യക്തിയെ ആശ്രയിക്കുന്നത് നിർത്തുക. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളെ യഥാർത്ഥ അർത്ഥത്തിൽ സ്വതന്ത്രനെന്ന് വിളിക്കാനും സ്വതന്ത്രമായ വായു ശ്വസിക്കാനും കഴിയുകയുള്ളൂ. നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ ഏറ്റവും നല്ലതും യഥാർത്ഥവുമായ സുഹൃത്താക്കി മാറ്റുകയും നിങ്ങളുടെ ഏകാന്തതയിൽ പോലും യാതൊരു
യാതൊരു അസ്വസ്ഥതയുമില്ലാതെ പൂർണ്ണമായും സ്വാഭാവികമായും സംതൃപ്തനായും ജീവിക്കാൻ പഠിക്കുകയും ചെയ്യുമ്പോൾ വലിയൊരു മാറ്റം സംഭവിക്കുന്നു. അപ്പോൾ ഈ പുറം ലോകത്തിന്റെ സ്വാധീനം, ആളുകൾ പറയുന്ന കൈപ്പേറിയ വാക്കുകൾ, അവരുടെ കുത്തുവാക്കുകൾ, അവരുടെ ചിന്തകൾ, നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ആളുകളുടെ വരവും പോക്കും, ഇതൊന്നും നിങ്ങളെ കാര്യമായി ബാധിക്കാതിരിക്കാൻ തുടങ്ങും. ആരെങ്കിലും നിങ്ങളെ പുകഴ്ത്തിയാലും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിച്ചാലും നിങ്ങൾ ഭയപ്പെടുന്നില്ല, നിങ്ങളുടെ മനസ്സ് പതറുന്നുമില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ മറ്റുള്ളവരുമായി നിങ്ങളുടെ വികാരങ്ങൾ എത്രത്തോളം പങ്കുവയ്ക്കുന്നുവോ, അന്ധമായൊരു മമതയിൽ കുടുങ്ങി അവരുമായി ബന്ധം സ്ഥാപിക്കുന്നുവോ, അത്രത്തോളം നിങ്ങൾ സ്വയം ദുഃഖിക്കാനുള്ള അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നുവെന്നത് വളരെ വലിയൊരു സത്യമാണ്. ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഒരാളുമായി അടുക്കുമ്പോഴെല്ലാം നമ്മുടെ ചില പ്രതീക്ഷകളും അവരുമായി ബന്ധപ്പെടുന്നു. ആ പ്രതീക്ഷകൾ തകരുമ്പോൾ സങ്കടമുണ്ടാകുക എന്നത് തികച്ചും സ്വാഭാവികമാണ്. ആർക്കും അത് തടയാൻ കഴിയില്ല. ഈ ലോകത്തിലെ ഓരോ വ്യക്തിയും അവരുടേതായ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും അവരുടെ തിരക്കുകളിലും അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പൂർണ്ണമായും മുഴുകിയിരിക്കുകയാണെന്നത് നാം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാനോ നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും എപ്പോഴും നിറവേറ്റാനോ മറ്റേതെങ്കിലും വ്യക്തിക്ക് ഒരുപക്ഷെ സമയമോ അല്ലെങ്കിൽ അതിനുള്ള കഴിവോ ഉണ്ടായിരിക്കില്ല. കേൾക്കുമ്പോൾ ഈ കാര്യം കുറച്ച് കഠിനവും കൈപ്പേറിയതുമായി തോന്നിയേക്കാം. പക്ഷേ ഇതാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം. ഇതാണ് സത്യം. ജീവിതയാത്രയിൽ ഒറ്റയ്ക്ക് നടക്കാൻ ധൈര്യം കാണിക്കുന്ന, ജീവിതത്തിലെ തീരുമാനങ്ങൾ സ്വയം ആലോചിച്ചെടുക്കാൻ കഴിയുന്ന, മനസ്സ് ശാന്തവും സന്തോഷവും നിലനിർത്താൻ മറ്റൊരാളെ ആശ്രയിക്കാത്ത ഒരു വ്യക്തിക്ക് വിശ്വസിച്ചാലും ഈ ലോകത്ത് എന്തും നേടാൻ കഴിയും. വിജയത്തിൻ്റെ എണ്ണമറ്റ വഴികൾ അവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. കാരണം അവരുടെ ശക്തി പുറം ലോകത്തല്ല, മറിച്ച് അവരുടെ ഉള്ളിൽ തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങളെ തന്നെ ഉള്ളിൽ നിന്ന് ശക്തനാക്കുന്നതിനും നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ വലിയ ശക്തിയെ ഉണർത്തുന്നതിനും ഒറ്റയ്ക്ക് കുറച്ച് സമയം ചിലവഴിക്കാനും ഏകാന്തതയിൽ കഴിയാനും ശീലിക്കേണ്ടത് വളരെ പ്രധാനമാണ്. പുറത്തുള്ള യാതൊരു തടസ്സങ്ങളോ ശബ്ദങ്ങളോ നിങ്ങളെ ശല്യപ്പെടുത്താത്ത പ്രത്യേക സമയമാണിത്. നിങ്ങൾക്ക് ശാന്തമായിരുന്ന് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാം. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളെയും നിങ്ങളുടെ വികാരങ്ങളെയും ആഴത്തിൽ മനസ്സിലാക്കാം. നിങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭയങ്ങളെ ധൈര്യത്തോടെ നേരിടാനും നിങ്ങളുടെ യഥാർത്ഥ കരുത്ത് തിരിച്ചറിയാനും കഴിയും. അതുകൊണ്ട് ആരും നിങ്ങളോടൊപ്പം നിൽക്കുന്നില്ലെന്നും നിങ്ങൾ തീർത്തും ഒറ്റയ്ക്കായെന്നും തോന്നുമ്പോൾ അത് നിങ്ങളുടെ എന്തെങ്കിലും കുറവോ ദൗർബല്യമോ ആയി ഒരിക്കലും കണക്കാക്കരുത്. മറിച്ച് ഇതൊരു സുവർണ അവസരമായി കാണുക. ലോകത്തു നിന്നെല്ലാം ശ്രദ്ധ തിരിച്ച് നിങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഭഗവാൻ നൽകിയ വളരെ മനോഹരമായൊരു സമ്മാനമായി ഇതിനെ കണക്കാക്കുക. ഈ വളരെ വിലപ്പെട്ട സമയം നിങ്ങളെ തന്നെ മികച്ചതാക്കാൻ ഉപയോഗിക്കുക. നിങ്ങളുടെ പോരായ്മകൾ കണ്ടെത്തി അവ തിരുത്താൻ കഠിനമായി പരിശ്രമിക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. പുതിയ അറിവുകൾ നേടുക. പുതിയ കഴിവുകളും ജോലികളും പഠിക്കുക. അതിലും പ്രധാനമായി നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥവും സത്യസന്ധവുമായ ലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവ നേടുന്നതിനായി നിങ്ങളുടെ പരമാവധി ശ്രമിക്കുക. തികച്ചും പുതിയൊരു ചിന്തയോടെ, പുതിയതും ഉന്മേഷദായകവുമായ കാഴ്ചപ്പാടോടെ നിങ്ങളുടെ ഈ ജീവിതം ജീവിക്കാൻ തുടങ്ങുക. മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിർത്തുക. പ്രതീക്ഷകൾ വെക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുക. നിങ്ങളുടെ സ്വന്തം കഠിനാധ്വാനത്തിലും കഴിവിലും പൂർണ്ണ വിശ്വാസമുണ്ടായിരിക്കുക. ഒപ്പം ആ സർവേശ്വരനിൽ നിങ്ങളുടെ യഥാർത്ഥ ഭക്തി നിലനിർത്തുക. എത്ര വലിയ ബുദ്ധിമുട്ടുകൾ വന്നാലും നിങ്ങൾക്കതിനെ ധൈര്യത്തോടെ നേരിടാൻ കഴിയുമെന്ന് സ്വയം വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പാതയും ഭാവിയും നിങ്ങളുടെ സ്വന്തം കൈകൾ കൊണ്ട് രൂപപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ മുഴുവൻ ശക്തിയും നിങ്ങളുടെ വിലപ്പെട്ട സമയവും നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയും നിങ്ങൾക്കുള്ളിൽ നിന്ന് യഥാർത്ഥ സന്തോഷം നൽകുന്ന, നിങ്ങളുടെ മനസ്സിന് സംതൃപ്തി നൽകുന്ന, ജീവിതത്തിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളിൽ മാത്രം നിക്ഷേപിക്കുക. അതായത് നിങ്ങളെ തന്നെ ഒരു മികച്ച വ്യക്തിയാക്കുക. സർഗാത്മകമായ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ അതിയായ താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ ലോകത്ത് ഒരു വസ്തുവും അല്ലെങ്കിൽ ഒരു വ്യക്തിയും എന്നേക്കുമായി നിങ്ങളുടേതായിരിക്കില്ല എന്നതാണ് അവസാനത്തെയും ഏറ്റവും വലിയതുമായ സത്യം. നിങ്ങളുടെ സ്വന്തം ആത്മാവും ആ പരമപിതാവായ ദൈവവും മാത്രമാണ് എപ്പോഴും നിങ്ങളോടൊപ്പമുള്ളത്. എന്നാൽ സുഹൃത്തുക്കളെ, ഇതിൽ സങ്കടപ്പെടാനോ നിരാശപ്പെടാനോ ഒന്നുമില്ല. ഇതൊരു മോശം കാര്യമല്ല. സത്യം പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും നിങ്ങളെ സ്വതന്ത്രനാക്കുന്ന ഒരു സത്യമാണിത്. ഈ ലോകത്തിലെ ഓരോ ബന്ധവും ഓരോ വസ്തുവും ഓരോ സാഹചര്യവും ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഒരു ദിവസം അവസാനിക്കുമെന്നും നിങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങൾക്ക് മേൽ അതിശയകരമായ നിയന്ത്രണം ലഭിക്കും. അപ്പോൾ നിങ്ങൾ ആളുകളുമായും വസ്തുക്കളുമായും ബന്ധപ്പെടുന്നു. എന്നാൽ അവരില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന രീതിയിൽ നിങ്ങൾ അവരുമായി ഒട്ടി നിൽക്കുന്നില്ല. നിങ്ങൾ അവരോടൊപ്പമായിരിക്കുന്നത് പൂർണ്ണമായും ആസ്വദിക്കുന്നു, സന്തോഷവാനായിരിക്കുന്നു. എന്നാൽ ആ വസ്തുക്കളോ ആളുകളോ നിങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ നിങ്ങൾ തകർന്നു പോകുന്നില്ല.
നിങ്ങളെ തന്നെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായും ശക്തനും ഉറപ്പുള്ളവനുമാക്കി മാറ്റിക്കഴിയുമ്പോൾ, നിങ്ങളുടെ മനസ്സമാധാനവും സ്ഥിരതയും പുറം ലോകത്തെ വസ്തുക്കളെ ആശ്രയിക്കാതിരിക്കുമ്പോൾ അവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിലെ ഒരു വസ്തുവിനും, എത്ര മോശമായ സംഭവത്തിനും അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും നിങ്ങളുടെ മനസ്സമാധാനം കവർന്നെടുക്കാനോ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കാനോ കഴിയില്ല. ഒരു കൊടുങ്കാറ്റിനും ഇളക്കാൻ കഴിയാത്ത വളരെ ശക്തവും കൂറ്റനുമായ ഒരു പാറ പോലെ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തുറച്ചു നിൽക്കും. ജീവിതയാത്രയിൽ ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുന്നവനെ, സ്വന്തം ആന്തരിക ശക്തിയിൽ വിശ്വസിക്കാൻ പഠിക്കുന്നവനെ ഈ ലോകത്തിലെ ഒരു വലിയ ശക്തിക്കും അല്ലെങ്കിൽ വലിയ വെല്ലുവിളിക്കും ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. അവൻ ഒരിക്കലും വീഴുകയില്ല എന്നല്ല, അവൻ വീണേക്കാം. പക്ഷെ ഓരോ തവണ വീഴുമ്പോഴും അവൻ വീണ്ടും സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കും. കാരണം അവൻ ഉണ്ടാക്കിയെടുത്ത അടിത്തറ അത്രത്തോളം ശക്തവും ഉറപ്പുള്ളതുമാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ദുഃഖങ്ങളുണ്ടോ ആ ദുഃഖങ്ങൾക്കെല്ലാം യഥാർത്ഥ കാരണം 2 കാര്യങ്ങൾ മാത്രമാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പവിത്രമായ ശ്രീമദ് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായ വാക്കുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അജ്ഞാനവും മറ്റൊന്ന് മോഹവും. അജ്ഞാനം എന്നതിനർത്ഥം ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ്. ഒരു ദിവസം ഇല്ലാതാകാൻ പോകുന്ന കാര്യങ്ങളെ നാം എക്കാലവും നിലനിൽക്കുന്നവയായി കരുതുന്നു. മോഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നശിച്ചു പോകുന്ന ആ കാര്യങ്ങളുമായി നാം വളരെ ആഴത്തിലുള്ള ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കുന്നു എന്നതാണ്. ഈ ലോകത്തിലെ ആ സുഖങ്ങളെ, അത് പണത്തിന്റെയും സമ്പത്തിന്റെയും സുഖങ്ങളാകട്ടെ, നമ്മുടെ ബന്ധങ്ങളാകട്ടെ, അല്ലെങ്കിൽ സമൂഹത്തിൽ നമുക്കുള്ള ബഹുമാനവും പദവിയുമാകട്ടെ, വെറും കുറച്ച് സമയത്തേക്ക് മാത്രമുള്ളവയെ നാം ശാശ്വതമായി കരുതി അവ ഒരിക്കലും നമ്മിൽ നിന്ന് അകന്നു പോകരുതെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതിരിക്കുമ്പോഴോ ലഭിച്ചതിന് ശേഷം അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴോ ആ കാര്യം നമുക്ക് വളരെ വലിയ സങ്കടം നൽകുകയും നമ്മെ കരയിക്കുകയും ചെയ്യുന്നു. അല്ലയോ മനുഷ്യ, സുഖവും ദുഃഖവും ശൈത്യകാലവും വേനൽക്കാലവും പോലെയാണെന്ന് അർജുനൻ ഉപദേശിക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, തണുപ്പും ചൂടും വന്നും പോയും ഇരിക്കുന്നത് പോലെ സുഖവും ദുഃഖവും വന്നും പോയും ഇരിക്കും. മാറിക്കൊണ്ടിരിക്കുക എന്നത് അവയുടെ പ്രകൃതമാണ്. അതുകൊണ്ട് നാം ഈ സുഖദുഃഖങ്ങളുടെ വരവിലും പോക്കിലും ഭയപ്പെടാതെ നമ്മുടെ മനസ്സിനെ സമചിത്തതയോടെ നിലനിർത്തുകയും സഹിഷ്ണുതയുള്ളവരാകുകയും വേണം. സുഖവും ദുഃഖവും രണ്ടും ജീവിതത്തിന്റെ വളരെ സ്വാഭാവികവും ആവശ്യവുമായ ഭാഗമായി കണക്കാക്കി നാം അവയെ സന്തോഷത്തോടെ സ്വീകരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോഴോ, സന്തോഷത്തിന്റെ ഒരു നിമിഷം വരുമ്പോഴോ, നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു സാധനം ലഭിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരെ നല്ലതായി തീരുമ്പോഴോ ഈ സന്തോഷം എപ്പോഴും ഇങ്ങനെ തന്നെ നിലനിൽക്കണേ എന്ന ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉടൻ തന്നെ ഉണ്ടാകുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, ഇവിടുത്തെ ഓരോ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ നിയമം. ഇവിടെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം വന്നു പോകുന്ന വിരുന്നുകാരെ പോലെയാണ് സുഖവും ദുഃഖവും. ഒരു നിമിഷം പ്രത്യക്ഷപ്പെടുകയും അടുത്ത നിമിഷം കാറ്റിൽ പറന്നു പോവുകയും ചെയ്യുന്ന ആകാശത്തെ ആ മേഘങ്ങളെ പോലെയാണവ. എന്നാൽ നമ്മുടെ വിഡ്ഢിത്വം കൊണ്ടും നമ്മുടെ മോഹത്തിൻ്റെ വലയിൽപ്പെട്ടും ആ സുഖങ്ങളെ നാം എന്നേക്കുമായി നമ്മുടേതായി കരുതുകയും അവയോട് വല്ലാതെ ഒറ്റിനിൽക്കുകയും ചെയ്യുന്നു. പിന്നീട് ആ സുഖങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മിൽ നിന്ന് തട്ടിയെടുക്കപ്പെടുമ്പോഴോ നാം ഒരുപാട് സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങും. വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാം. ഒരാൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സാധനം ലഭിച്ചുവെന്ന് കരുതുക. ഉദാഹരണത്തിന്, അയാൾ തികച്ചും പുതിയൊരു കാർ വാങ്ങി. അത് കിട്ടിയതിൽ അയാൾ വളരെ സന്തോഷിക്കുന്നു. രാവും പകലും അത് വളരെ ശ്രദ്ധയോടെ നോക്കുകയും ജീവന തുല്യം സ്നേഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാളെ എന്തെങ്കിലും കാരണം കൊണ്ട് ആ കാർ മോഷണം പോവുകയോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് അത് വളരെ വലിയ ആഘാതവും സങ്കടവും നൽകുന്നു. ഇവിടെ ചിന്തിക്കേണ്ട കാര്യമെന്തെന്നാൽ ആ വ്യക്തിയുടെ സങ്കടത്തിൻ്റെ യഥാർത്ഥ കാരണം ആ കാറല്ല എന്നതാണ്. ആ കാറിനോടുള്ള ആ വ്യക്തിയുടെ അതിയായ ആസക്തി, അയാളുടെ ആ അന്ധമായ മോഹമാണ് ആ സങ്കടത്തിന് യഥാർത്ഥ കാരണം. ആ കാറിനോട് അയാൾക്ക് ഇത്രമാത്രം മോഹമില്ലായിരുന്നെങ്കിൽ, അതിനെ വെറുമൊരു ഉപയോഗപ്രദമായ യന്ത്രമായോ ഉപാധിയായോ മാത്രം കണ്ടിരുന്നെങ്കിൽ, അത് തകരുമ്പോഴോ നഷ്ടപ്പെടുമ്പോഴോ അയാൾക്ക് ഇത്രയും വലിയ സങ്കടം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ, ഒരു വ്യക്തിയോടുള്ള നമ്മുടെ സ്നേഹവും നമ്മുടെ മോഹവും എത്രത്തോളം വർദ്ധിക്കുന്നുവെന്നാൽ അവരില്ലാതെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് നമുക്ക് തോന്നിത്തുടങ്ങുന്നു. ഇതും ഒരപകട സൂചനയാണ്. അവർ നമ്മിൽ നിന്ന് അകന്നു പോകുമെന്ന ചിന്തയിൽ മാത്രം നാം വല്ലാതെ ഭയപ്പെടുകയും പരിഭ്രാന്തരാകുകയും ചെയ്യുമ്പോൾ സുഹൃത്തുക്കളെ ഓർക്കുക, ഈ ഭയവും ഈ മോഹവും തന്നെയാണ് നമ്മുടെ സങ്കടത്തിൻ്റെ ഏറ്റവും വലിയ കാരണമാകുന്നത്. മനുഷ്യർ മാത്രമല്ല, പലപ്പോഴും നമ്മുടെ പണത്തോടും സമ്പത്തോടും നമ്മുടെ ഉയർന്ന സ്ഥാനത്തോടും പദവിയോടും, എന്തിനേറെ പറയുന്നു നമ്മുടെ സ്വന്തം ചിന്തകളോടും പഴയ വീക്ഷണങ്ങളോടും പോലും നമുക്ക് അതിയായ മോഹം തോന്നും. അവയെ നാം നമ്മുടെ വ്യക്തിത്വമായി തന്നെ കണക്കാക്കുന്നു. മറ്റൊരാൾ വന്ന് നമ്മുടെ ആ ചിന്തകളെയോ വീക്ഷണങ്ങളെയോ തെറ്റാണെന്ന് പറയുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്കത് വലിയ വിഷമമുണ്ടാക്കുകയും നമ്മൾ ദേഷ്യം കൊണ്ട് നിറയുകയും ചെയ്യുന്നു. ആ കാര്യങ്ങളോടും വാക്കുകളോടും നാം നമ്മുടെ മുഴുവൻ വ്യക്തിത്വത്തെയും ബന്ധിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഏതെങ്കിലും വസ്തുവിനോടോ വ്യക്തിയോടോ അല്ലെങ്കിൽ ആശയത്തോടോ നമുക്ക് അതിയായ അടുപ്പമോ മോഹമോ ഉണ്ടാകുമ്പോൾ അത് നഷ്ടപ്പെടുമെന്ന അജ്ഞാതമായ ഭയത്തിൽ നമ്മൾ എപ്പോഴും ജീവിക്കാൻ തുടങ്ങുന്നു.
ഈ നഷ്ടപ്പെടുമെന്ന ഭയം നമ്മുടെ മനസ്സിലെ എല്ലാ സമാധാനവും ശാന്തിയും പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. നമ്മുടെ ഈ മോഹത്തിൽ നിന്ന് ജനിക്കുന്ന ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറവേറാതെ വരുമ്പോൾ നാം വളരെ ആഴത്തിലുള്ള നിരാശയും കടുത്ത ദുഃഖവും നേരിടേണ്ടി വരുന്നു. കാര്യങ്ങളെയോ വഷളായ സാഹചര്യങ്ങളെയോ അല്ലെങ്കിൽ ആളുകളെയോ നിർബന്ധിച്ച് നമ്മുടെ നിയന്ത്രണത്തിൽ നിർത്താൻ നാം വ്യർത്ഥമായി ശ്രമിക്കുമ്പോൾ, കാരണം നമ്മുടെ മോഹമാണ് നമ്മെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്, നമ്മൾ മാനസിക സമ്മർദ്ദത്തിലും സംഘർഷത്തിലും വലിയ ഉത്കണ്ഠയിലും തുടർച്ചയായി അകപ്പെടുന്നു. നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മിക്ക സങ്കടങ്ങളുടെയും ഏറ്റവും യഥാർത്ഥവും അഗാധവുമായ വേര് ഈ മോഹം തന്നെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളെല്ലാം പുറത്തുള്ള സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മോശമായ പെരുമാറ്റം കൊണ്ടോ ആണെന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതും. ആ വ്യക്തി എന്നെ ചതിച്ചു, എന്നെ വഞ്ചിച്ചു, അതുകൊണ്ടാണ് ഞാനിന്ന് ദുഃഖിക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയും, എൻ്റെ ജോലിയിൽ എനിക്ക് പുരോഗതി ലഭിച്ചില്ല, എനിക്ക് പ്രമോഷൻ ലഭിച്ചില്ല, അതുകൊണ്ട് ഞാൻ അസ്വസ്ഥനും ദുഃഖിതനുമാണ്. എന്നാൽ എൻ്റെ സുഹൃത്തുക്കളെ, യാഥാർത്ഥ്യം മറ്റൊന്നാണ്. നമ്മുടെ സങ്കടങ്ങളുടെ യഥാർത്ഥ കാരണം ഒരിക്കലും നമ്മുടെ പുറം ലോകത്തിലല്ല, മറിച്ച് അത് പൂർണ്ണമായും നമ്മുടെ സ്വന്തം ഉള്ളിൽ തന്നെയാണ് മറിഞ്ഞിരിക്കുന്നത്. ആ കാരണം നമ്മുടെ ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹങ്ങളും വസ്തുക്കളോടും ആളുകളോടുമുള്ള വളരെ ആഴത്തിലുള്ള അടുപ്പവും നമ്മുടെ അന്ധമായ മോഹവുമാണ്. പുറത്ത് എന്ത് സംഭവങ്ങൾ നടന്നാലും അവ വെറുമൊരു കാരണം മാത്രമാണ്. ആ ബാഹ്യ സംഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ നേരത്തെ തന്നെ നിലവിലുള്ള ആ മോഹത്തെയും അജ്ഞാനത്തെയും പുറത്തു കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ നിർത്തുക മാത്രമാണ് ചെയ്യുന്നത്. എപ്പോഴും കാര്യം നമ്മുടെ മനസ്സിൻ്റെ ആഴമേറിയതും സത്യസന്ധവുമായ ആ വികാരങ്ങളെക്കുറിച്ചാണ്. ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സത്യസന്ധമായ വികാരങ്ങളെയും അനുഭവങ്ങളെയും കുറിച്ചാണ്. അല്ലാതെ ഹൃദയത്തിൽ യഥാർത്ഥ സ്നേഹമില്ലെങ്കിൽ പുറമേ കാണിക്കുന്ന വെറും പ്രകടനപരമായ സ്നേഹത്തിന് യാതൊരു അർത്ഥവുമില്ല. വിവാഹസമയത്ത് ആ പവിത്രമായ 7 ചുവടുകൾ വെച്ച് ബന്ധം സ്ഥാപിച്ചതിന് ശേഷവും ഭാര്യയും ഭർത്താവും തമ്മിൽ ആ യഥാർത്ഥ സ്നേഹം ഇല്ലാതിരിക്കുന്നത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. അതായത് അത് പൂർണ്ണമായും ഇല്ലാതായിരിക്കും. ഇന്നത്തെ കാലത്ത് പല ഭാര്യാഭർത്തൃ ബന്ധങ്ങളും വിവാഹങ്ങളും വെറും ഒരു ഒത്തുതീർപ്പ് പോലെയായി മാറുന്നു. ആളുകൾ അത് വെറുതെ ചുമക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ ബന്ധങ്ങളിൽ പരസ്പരം ഒരുപക്ഷെ ഒരുതരം മോഹമുണ്ടാകാം, ഏതെങ്കിലും വ്യക്തിപരമായ സ്വാർത്ഥതയോ താല്പര്യങ്ങളോ ഉണ്ടാകാം, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സമ്മർദ്ദമുണ്ടാകാം എന്നതുകൊണ്ടാണിത് സംഭവിക്കുന്നത്. എന്നാൽ വികാരങ്ങൾ നിറഞ്ഞ ആ യഥാർത്ഥ ഹൃദയബന്ധം അവിടെ പലപ്പോഴും കാണാൻ കഴിയില്ല. ഈ മോഹത്തിൻ്റെ ഏറ്റവും നേരിട്ടുള്ളതും മോശവുമായ ഫലം നമ്മുടെ പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധങ്ങളെയാണ് ബാധിക്കുന്നത്. ഏതൊരു വ്യക്തിയുമായും, അത് നമ്മുടെ സ്വന്തം മക്കളാകട്ടെ, നമ്മുടെ ജീവിത പങ്കാളിയാകട്ടെ, മാതാപിതാക്കളാകട്ടെ, അല്ലെങ്കിൽ വളരെ അടുത്ത സുഹൃത്താകട്ടെ, നമ്മൾ വളരെയധികം മോഹം കാണിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ, ചിന്തിക്കാതെ തന്നെ ആ വ്യക്തിയെ നമ്മുടെ ആഗ്രഹങ്ങളുടെ അച്ചിൽ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നു. ആ വ്യക്തി നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സംസാരിക്കണമെന്നും അതുപോലെ തന്നെ പെരുമാറണമെന്നും നാം മനസ്സിൽ ആഗ്രഹിക്കാൻ തുടങ്ങും. ഇതൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. പലപ്പോഴും മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള മോഹം വർദ്ധിക്കുമ്പോൾ അവർ കുട്ടികളുടെ മുഴുവൻ ജീവിതത്തെയും അവരുടെ ഓരോ പ്രവൃത്തിയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് ആ കുട്ടി വലുതാകുകയും തൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ സ്വന്തം വിവേചനം ഉപയോഗിച്ചെടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ആ മോഹത്തിൽ കുടുങ്ങിയ മാതാപിതാക്കൾക്ക് വളരെ വലിയ സങ്കടമുണ്ടാകുകയും അവർക്ക് വേദനിക്കുകയും ചെയ്യുന്നു. ഈ മോഹം നമ്മുടെ പ്രിയപ്പെട്ട ബന്ധങ്ങളിൽ സ്നേഹത്തിൻ്റെ മധുരം കലർത്തുന്നതിന് പകരം അവയിൽ കയ്പും വളരെ വലിയ മാനസിക പിരിമുറുക്കവും ഉണ്ടാക്കുന്നു. സ്നേഹവും മോഹവും തമ്മിൽ വളരെ ചെറിയതും സൂക്ഷ്മവുമായ ഒരു വ്യത്യാസമുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. യഥാർത്ഥ സ്നേഹം എപ്പോഴും നിസ്വാർത്ഥമാണ്. അതിൽ യാതൊരു താല്പര്യങ്ങളോ അത്യാഗ്രഹങ്ങളോ ഇല്ല. ആ സന്തോഷം നമ്മിൽ നിന്ന് അകന്നുപോയി ലഭിക്കുന്നതാണെങ്കിൽ പോലും മറ്റേയാൾ ജീവിതത്തിൽ മുന്നേറണമെന്നും വിജയിക്കണമെന്നും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നുമാണ് യഥാർത്ഥ സ്നേഹം എപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നാൽ മറുവശത്ത് ഈ മോഹം എന്നത് പൂർണ്ണമായും സ്വാർത്ഥതയും വ്യക്തിപരമായ താല്പര്യങ്ങളും നിറഞ്ഞതാണ്. മറ്റേയാൾ നമുക്ക് വേണ്ടി മാത്രമായിരിക്കണമെന്നും നമ്മുടെ സ്വന്തം സന്തോഷത്തിനായി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകണമെന്നും മോഹം എപ്പോഴും ആഗ്രഹിക്കുന്നു. യഥാർത്ഥ സ്നേഹം ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം നൽകുകയും അവനെ തുറന്ന ആകാശത്തിൽ പറക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. അതേസമയം മോഹം മനുഷ്യനെ ചങ്ങലകളിലും ബന്ധനങ്ങളിലും കുരുക്കുകയും അവനെ സ്വന്തം വിരൽത്തുമ്പിൽ നൃത്തം ചെയ്യിക്കാനോ നിയന്ത്രിക്കാനോ ശ്രമിക്കുകയും ചെയ്യുന്നു. നാം ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയുടെ സന്തോഷം കണ്ട് നമ്മളും ഉള്ളിൽ നിന്ന് സന്തോഷിക്കുന്നു. എന്നാൽ നാം മോഹത്തിലായിരിക്കുമ്പോൾ നാം നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും മാത്രമാണ് മുൻഗണന നൽകുന്നത്. നമ്മുടെ ബന്ധങ്ങൾ ആരോഗ്യകരവും ശക്തവുമായി നിലനിൽക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ സ്നേഹം വളർത്തിയെടുക്കുകയും ഈ സ്വാർത്ഥമോഹത്തിൻ്റെ വലയിൽ നിന്ന് സ്വയം സ്വതന്ത്രരാകുകയും വേണം. യഥാർത്ഥ സ്നേഹമെന്നത് ആരുടെയെങ്കിലുമേൽ അവകാശം സ്ഥാപിക്കുകയോ നിയന്ത്രണം ഏറ്റെടുക്കുകയോ അല്ല, മറിച്ച് യഥാർത്ഥ സ്നേഹമെന്നത് സ്വയം പൂർണ്ണമായി സമർപ്പിക്കുകയും കീഴടങ്ങുകയും ചെയ്യുക എന്നതാണ്. പ്രകടനങ്ങൾ നിറഞ്ഞതും ഭൗതിക സുഖങ്ങൾക്ക് പിന്നാലെ ഓടുന്നതുമായ ഇന്നത്തെ ഈ ലോകത്ത് ആളുകൾക്ക് പണത്തോടും സമ്പത്തിനോടും ഉയർന്ന പദവികളോടും സുഖസൗകര്യങ്ങളോടും വളരെ ആഴത്തിലുള്ള മോഹം കാണാൻ കഴിയും. ആളുകൾ ഈ കാര്യങ്ങളെ മാത്രമാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയതും അവസാനത്തേതുമായ ലക്ഷ്യമായി കണക്കാക്കുന്നത്.
പണത്തോട് അമിതമായ ആസക്തിയുള്ള ഒരു വ്യക്തി ആ പണം നഷ്ടപ്പെടുമെന്ന ഭയത്താൽ എപ്പോഴും മനസ്സിൽ വിറച്ചുകൊണ്ടിരിക്കും. പണം സമ്പാദിക്കാനുള്ള അന്ധവും ഭ്രാന്തവുമായ ഒരു ഓട്ടത്തിൽ അവൻ പങ്കുചേരുന്നു. ആ ഓട്ടത്തിൽ അവൻ തൻ്റെ പ്രിയപ്പെട്ട ബന്ധങ്ങളും നല്ല ആരോഗ്യവും മനസ്സിൻ്റെ സമാധാനവുമെല്ലാം നഷ്ടപ്പെടുത്തുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. എക്കാലവും കൂടെ നിൽക്കുന്ന എന്തെങ്കിലും സന്തോഷം നൽകാൻ ഈ പണത്തിനും സമ്പത്തിനും കഴിയുമോ? ജീവിതാനുഭവങ്ങൾ നമ്മോട് പറയുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ പണം നമുക്ക് സന്തോഷം നൽകുന്നതിനു പകരം ഉത്കണ്ഠകളും പ്രശ്നങ്ങളും വർദ്ധിപ്പിക്കുന്നു എന്നാണ്. അതുകൊണ്ട് പണത്തെ ജീവിതം നയിക്കാനുള്ള ഒരു ഉപാധിയോ മാർഗമോ ആയി മാത്രം കാണുക എന്നതാണ് ഏറ്റവും വലിയ വിവേകം. അതിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ലക്ഷ്യമാക്കി മാറ്റരുത്. ദൈവം നിങ്ങൾക്ക് നൽകിയ എല്ലാറ്റിനും, നിങ്ങളുടെ പക്കലുള്ള എല്ലാറ്റിനും എപ്പോഴും മുകളിലിരിക്കുന്നവനോട് നന്ദിയുള്ളവരായിരിക്കുക. എന്നാൽ ഒരിക്കലും ആ കാര്യങ്ങളില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന രീതിയിൽ അവയോടൊട്ടി നിൽക്കരുത്. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും കുറച്ചു ദിവസത്തേക്കുള്ള വിരുന്നുകാർ മാത്രമാണെന്നും അവയൊന്നും ശാശ്വതമല്ലെന്നുള്ള ഈ ചെറിയ കാര്യം നാം മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന അനാവശ്യവും കാരണവുമില്ലാത്തതുമായ നിരവധി ദുഃഖങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാനും നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥ സംതൃപ്തിയും സമാധാനവും അനുഭവിക്കാനും കഴിയും. എവിടെയും പടർന്നു പിടിച്ചിരിക്കുന്ന ഈ മോഹത്തിൻ്റെ വലയിൽ നിന്ന് പുറത്തു കടക്കാനും സ്വതന്ത്രരാകാനും കഴിയുമോ എന്നതാണ് ഇപ്പോഴുയരുന്ന ചോദ്യം. ഇതിനുള്ള ഉത്തരം അതെ എന്നാണ്. ഈ പ്രവൃത്തി കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, എന്നാൽ ഇത് തീർച്ചയായും അസാധ്യമല്ല. ഈ ലോകത്തിലെ ഓരോ വസ്തുവിൻ്റെയും, ഓരോ സാഹചര്യത്തിൻ്റെയും, ഓരോ ബന്ധത്തിൻ്റെയും യാഥാർത്ഥ്യം അംഗീകരിക്കുക എന്നതാണ് ഈ വഴിയിലെ ആദ്യപടി. ഇവിടെ എക്കാലവും നിലനിൽക്കുന്നതായി ഒന്നുമില്ല, എല്ലാം നശ്വരമാണ് എന്ന സത്യം. ഈ പ്രപഞ്ചത്തിലും ഈ ലോകത്തിലുമുള്ള എല്ലാം സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ കൈപ്പേറിയ സത്യം നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ലോകത്തിലെ ഒരു വലിയ നഷ്ടത്തിനും അല്ലെങ്കിൽ സങ്കടത്തിനും നിങ്ങളെ ഉള്ളിൽ നിന്ന് തകർക്കാൻ കഴിയില്ല. രണ്ടാമത്തെ വഴി, നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന മോഹത്തെ തിരിച്ചറിയുകയും പതുക്കെ അത് ഉപേക്ഷിക്കാൻ ശീലിക്കുകയും ചെയ്യുക എന്നതാണ്. ഒറ്റയ്ക്കിരുന്ന് സ്വയം ഈ ചോദ്യം ചോദിക്കുക: ഞാൻ ഈ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? അതോ ഇത് വെറും എൻ്റെ മോഹം മാത്രമാണോ? എനിക്ക് ഈ വ്യക്തിയെയോ ഈ സാഹചര്യത്തെയോ എൻ്റെ നിയന്ത്രണത്തിൽ നിർത്തണമെന്നുണ്ടോ? ഇതിനെ നഷ്ടപ്പെടുമെന്ന ഭയം എൻ്റെ ഉള്ളിലുണ്ടോ? നിങ്ങൾ സ്വയം ഈ ചോദ്യങ്ങൾ ചോദിക്കുകയും നിങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുകയും ചെയ്യുമ്പോൾ ഈ മോഹം ഉപേക്ഷിക്കാനുള്ള വഴി ആനെ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. നിങ്ങൾ മോഹത്തിന്മേലുള്ള നിങ്ങളുടെ പിടി അയയ്ക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം കൂടുതൽ ശാന്തവും സന്തോഷപ്രദവും സന്തുലിതവുമായി മാറും. നിങ്ങളുടെ ജീവിതത്തെ ഒഴുകുന്ന ഒരു നദി പോലെ സ്വതന്ത്രമായി ഒഴുകാൻ അനുവദിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പുതിയ വ്യക്തിയെയോ സന്തോഷത്തെയോ തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്ന എന്തിനെയോ ആരെയെങ്കിലുമോ സ്നേഹത്തോടെ നന്ദി പറഞ്ഞ് യാത്രയാക്കുക. യഥാർത്ഥ സമാധാനവും ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷവും നേടുന്നതിന് നാം ഈ മോഹത്തിൻ്റെ ശക്തമായ ബന്ധനങ്ങൾ മുറിച്ചു മാറ്റുകയും സ്വയം സ്വതന്ത്രരാകുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, ഇതാണ് പവിത്രമായ ഭഗവത്ഗീതയുടെ ഏറ്റവും വലിയതും യഥാർത്ഥവുമായ സാരം. ഗീതയിലെ അറിവ് നൽകുന്നതിനിടയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഹേ അർജുന, ഈ സമയം എന്നത് ഈ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ടതും അതിശക്തവുമായ കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു. ഒരിക്കൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി കഴിഞ്ഞാൽ അത് ഒരിക്കലും തിരികെ വരാത്ത ഒരു നിധിയാണ് സമയം. നിങ്ങൾ കോടിക്കണക്കിന് സ്വർണ്ണ നാണയങ്ങളോ എത്ര സമ്പത്തോ ചിലവാക്കിയാലും കഴിഞ്ഞുപോയ ഒരു ചെറിയ നിമിഷം പോലും നിങ്ങൾക്ക് തിരികെ വാങ്ങാൻ കഴിയില്ല. എന്നാൽ ഈ അമൂല്യവും വിലപ്പെട്ടതുമായ സമയം നിങ്ങൾ ശരിയായി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സമയം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആഴമേറിയ മുറിവുകളും ഉണക്കുകയും നിങ്ങളുടെ എല്ലാ വേദനകളും ഇല്ലാതാക്കുകയും ചെയ്യും. ഓരോ വേദനയ്ക്കും പുരട്ടാൻ കഴിയുന്ന ഏറ്റവും വലുതും പരാജയപ്പെടാത്തതുമായ മരുന്നാണ് സമയം. ഈ സമയം നിങ്ങൾ ശരിയായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ആ വിജയത്തിലേക്ക് ഈ സമയം നിങ്ങളെ തീർച്ചയായും എത്തിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സമയം പാഴാക്കരുത്, അത് തെറ്റായി ഉപയോഗിക്കരുത്. സമയത്തിൻ്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഇന്നത്തെ തൻ്റെ ജോലിയെ ഒരിക്കലും നാളത്തേക്ക് മാറ്റിവെക്കില്ല. നാളെ എന്നത് ആരും കണ്ടിട്ടില്ലെന്നും നാളെയെക്കുറിച്ച് ആർക്കും യാതൊന്നും അറിയില്ലെന്നും ഈ ഇന്നും ഈ നിമിഷവും മാത്രമാണ് ഏറ്റവും വലിയ സത്യമെന്നും അവന് വളരെ നന്നായി അറിയാം. നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ചെയ്യുക എന്ന് നമ്മുടെ മുതിർന്നവരും പറഞ്ഞിട്ടുണ്ട്. സമയം ഒരിക്കലും സ്വയമേവ നല്ലതോ ചീത്തയോ അല്ല. നമ്മളത് ഉപയോഗിക്കുന്ന രീതിയാണ് ആ സമയത്തെ നമുക്ക് നല്ലതോ ചീത്തയോ ആക്കി മാറ്റുന്നത്. ജീവിതത്തിൽ നമുക്ക് വിജയം ലഭിക്കുമോ അതോ തോൽവി നേരിടേണ്ടി വരുമോ എന്നത് നാം നമ്മുടെ സമയം എത്രത്തോളം ശരിയായി ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. കഴിഞ്ഞുപോയ സമയത്തെ ഓർത്ത് കരയുന്നതിലോ പശ്ചാത്തപിക്കുന്നതിലോ യാതൊരു പ്രയോജനവുമില്ല. കാരണം അങ്ങനെ ചെയ്യുന്നത് ഇന്നത്തെ സമയത്തെ കൂടി പാഴാക്കുന്നതിന് തുല്യമാണ്.
അതുകൊണ്ട് നിങ്ങളുടെ നിലവിലെ സമയം, അതായത് ഇപ്പോൾ കടന്നു പോകുന്ന നിമിഷം, ഏറ്റവും മികച്ചതും ശരിയായതുമായ രീതിയിൽ ഉപയോഗിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിവേകം. നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം നന്മകളുണ്ടായാലും, നിങ്ങൾക്ക് എത്ര ഗുണങ്ങളുണ്ടായാലും, നിങ്ങൾ തുടർച്ചയായി മോശപ്പെട്ടവരും തെറ്റായവരുമായ ആളുകളുടെ കൂട്ടുകെട്ടിൽ നിൽക്കുകയാണെങ്കിൽ, അവരുമായി ഇടപഴകുകയാണെങ്കിൽ, ഓർക്കുക, നിങ്ങളുടെ അവസാനവും ആ മോശപ്പെട്ട ആളുകളുടേതുപോലെ തന്നെയായിരിക്കും. കൂട്ടുകെട്ട്, അതായത് നമ്മൾ ഏതു തരം ആളുകളോടൊപ്പമാണ് ജീവിക്കുന്നത് എന്നത് ഒരു വ്യക്തിയിൽ വളരെ അഗാധവും ശക്തവുമായ സ്വാധീനം ചെലുത്തുന്നു. മഹാഭാരത കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. അതിൽ ഭീഷ്മ പിതാമഹനെ പോലെയും ഗുരു ദ്രോണാചാര്യരെ പോലെയും ധർമ്മത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്ന മഹാന്മാരുണ്ടായിരുന്നു. എന്നാൽ അവർ അധർമ്മം പ്രവർത്തിക്കുന്ന കൗരവരോടൊപ്പം ചേർന്നു. ഈ മോശപ്പെട്ട കൂട്ടുകെട്ടും അവർ നൽകിയ വാഗ്ദാനങ്ങളിൽ അവർ ബന്ധിക്കപ്പെട്ടതും കാരണം ആ മഹാന്മാർക്കും വളരെ മോശമായ അന്ത്യം സംഭവിക്കുകയും അവർ ദുർഗതി അനുഭവിക്കുകയും ചെയ്തു. അവരുടെ എല്ലാ നന്മകൾക്കും, അവരുടെ എല്ലാ അറിവുകൾക്കും, അവരുടെ എല്ലാ പുണ്യങ്ങൾക്കും ആ മോശം കൂട്ടുകെട്ടിൻ്റെ ഭയാനകമായ ഫലത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, എപ്പോഴും ദുഷ്ടന്മാരുടെ കൂട്ടുകെട്ടിൽ നിന്ന് അകന്നു നിൽക്കുക, അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. പലപ്പോഴും നിങ്ങൾ സ്വയം ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാകില്ല, നിങ്ങൾക്കൊരു കുറ്റവും ഉണ്ടാകില്ല. എങ്കിലും നിങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ മോശം പ്രവൃത്തികളുടെ ഫലം നിങ്ങളും അനുഭവിക്കേണ്ടി വന്നേക്കാം. നെഗറ്റീവായ അത്തരം മോശം ആളുകളുടെ കൂട്ടുകെട്ട് നമ്മുടെ ഉള്ളിലെ എല്ലാ നല്ല ഊർജ്ജവും ശക്തിയും വലിച്ചെടുക്കുകയും നമ്മെ തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എപ്പോഴും നല്ലവരും സത്യസന്ധമായി ചിന്തിക്കുന്നവരും പോസിറ്റീവായവരും അറിവുള്ളവരുമായ ആളുകളോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ പോരായ്മകളെയും ഒരിക്കലും മറ്റൊരു വ്യക്തിയുമായി താരതമ്യം ചെയ്യരുത്. ഒരു തോട്ടത്തിലെ ഓരോ പഴത്തിൻ്റെയും രുചി അതിൻ്റേതായ രീതിയിൽ വ്യത്യസ്തവും പ്രത്യേകതയുള്ളതുമായിരിക്കുന്നതുപോലെ ഈ ലോകത്തിലെ ഓരോ വ്യക്തിയും അവരുടേതായ രീതിയിൽ തികച്ചും വ്യത്യസ്തരും അതുല്യരുമാണ്. മറ്റുള്ളവരെ നോക്കുന്നതിന് പകരം നിങ്ങളുടെ സ്വന്തം പുരോഗതിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ ഉള്ളിലെ ഗുണങ്ങളും കഴിവുകളും മിനുക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും എത്രത്തോളം ശക്തവും ഉറപ്പുള്ളതുമാക്കി മാറ്റുക എന്നാൽ മറ്റൊരാളുടെ മോശം പെരുമാറ്റത്തിനോ അയാളുടെ കൈപ്പേറിയ വാക്കുകൾക്കോ നിങ്ങളുടെ മനസ്സമാധാനം ഇളക്കാൻ കഴിയരുത്. ഓർക്കുക, മുന്നിലുള്ള വ്യക്തി നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നത് അയാളുടെ സ്വന്തം ചിന്തയെയും അയാളുടെ സ്വഭാവത്തെയുമാണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ കുറവല്ല. ജീവിതത്തിൽ യഥാർത്ഥ വിജയം നേടുന്നതിന് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, നിങ്ങളുടെ മോശം ശീലങ്ങൾ മാറ്റുക, നിങ്ങളുടെ സ്വഭാവം ശുദ്ധമായി സൂക്ഷിക്കുക തുടങ്ങിയവയിലൂടെ ആദ്യം നിങ്ങളെ തന്നെ ഉള്ളിൽ നിന്ന് മെച്ചപ്പെടുത്താൻ പ്രവർത്തിക്കുക. നിങ്ങൾ സ്വയം ഒരു മികച്ച വ്യക്തിയായി മാറിക്കഴിയുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ താനെ മെച്ചപ്പെടുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ആ മോശം സാഹചര്യങ്ങളെ ധൈര്യത്തോടെ നേരിടാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മെ ഉപദേശിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും വരുമ്പോൾ, നിരവധി പ്രശ്നങ്ങൾ നിങ്ങളെ നാലുപാടും നിന്നും വളയുമ്പോൾ, എല്ലാം നിങ്ങൾക്കെതിരായി പോകുന്നതായി നിങ്ങൾക്ക് തോന്നുമ്പോൾ ഒരിക്കലും തോൽവി സമ്മതിച്ച് നിരാശപ്പെടരുത്. മുകളിലിരിക്കുന്ന ആ പരമാത്മാവ്, ആ ഈശ്വരൻ നിങ്ങൾക്കായി വളരെ നല്ലതും വളരെ വലുതുമായ എന്തോ ഒന്ന് തീർച്ചയായും പദ്ധതിയിടുന്നുണ്ടെന്ന് എപ്പോഴും ഓർക്കുക. ഈ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സമയവും ഈ കഠിനമായ പരീക്ഷണവും ഒരുപക്ഷെ നിങ്ങളെ വളരെ വലിയൊരു ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിനായി ഭഗവാൻ തന്നെ ഒരുക്കിയ ഒരു വഴിയാകാം. വരാനിരിക്കുന്ന നാളേക്കായി, ഭാവിക്കായി നിങ്ങളെ കൂടുതൽ ശക്തനും ഇരുമ്പ് പോലെ ഉറപ്പുള്ളവനുമാക്കാനുള്ള ഈശ്വരൻ്റെ ഒരു രീതിയാണിത്. നിങ്ങൾ യഥാർത്ഥത്തിൽ അർഹിക്കുന്ന ആ ഉന്നത സ്ഥാനത്ത് നിങ്ങളെ എത്തിക്കാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ ലക്ഷ്യത്തിലെത്താൻ ഈ ബുദ്ധിമുട്ടുകളുടെ തീച്ചൂളയിലൂടെയും ഈ പരിശീലനത്തിലൂടെയും കടന്നു പോകേണ്ടത് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സങ്കടത്തെയും ഓരോ കഠിനമായ വെല്ലുവിളിയെയും ഭഗവാൻ നൽകിയ ഒരു പരിശീലനമായി കണക്കാക്കുകയും അതിനെ ഒരു നല്ല അവസരമായി സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുക. ആ പ്രശ്നങ്ങളിൽ നിന്ന് കണ്ണൊഴിവാക്കി ഒളിച്ചോടരുത്, മറിച്ച് നെഞ്ചുവിരിച്ച് അവയെ നേരിടുക. ഈ മോശപ്പെട്ടതും ബുദ്ധിമുട്ടേറിയതുമായ സമയം എപ്പോഴും ഇങ്ങനെ തന്നെ തുടരാൻ പോകുന്നില്ല എന്ന വളരെ പോസിറ്റീവായതും ഉറപ്പുള്ളതുമായ വിശ്വാസത്തോടെ നിങ്ങളുടെ മനസ്സിൽ മുന്നോട്ട് പോകുക. എന്നെങ്കിലും ഒരിക്കൽ ഈ മോശം സമയവും തീർച്ചയായും കടന്നു പോകും. ഈ മോശം സമയം കടന്നുപോയി കഴിയുമ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നതെന്തും അത് ലോകത്തിൻ്റെ കണ്ണിൽ വലിയൊരു വിജയമാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വന്ന പുതിയ ശക്തിയാകട്ടെ, പുതിയ അറിവാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവ പരിചയമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയതും വിലപ്പെട്ടതുമായ സമ്പത്തായിരിക്കും അത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന വളരെ കഠിനവും ബുദ്ധിമുട്ടേറിയതുമായ ഈ സമയം, ഈ തടസ്സങ്ങൾ, ഇവയെല്ലാം വരുന്നത് നിങ്ങളെ ഉള്ളിൽ നിന്ന് കൂടുതൽ ശക്തനും കരുത്തനുമാക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ ഇച്ഛാശക്തിയും എന്തെങ്കിലും ചെയ്യണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹവും കൂടുതൽ ശക്തമാകുന്നതിനും നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഒരു പുതിയ തിളക്കം കൊണ്ടുവരുന്നതിനുമായാണ് ഇവ വരുന്നത്.
നിങ്ങളുടെ ജീവിതയാത്രയിലെ അടുത്ത ഘട്ടം കൂടുതൽ മനോഹരവും ഗംഭീരവുമാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ ബുദ്ധിമുട്ടുകൾ അയക്കുന്നത്. ചൂടുള്ള തീച്ചൂളയിൽ ചുട്ടെടുത്താൽ മാത്രമേ പച്ച സ്വർണം തികച്ചും ശുദ്ധവും തിളക്കമുള്ളതുമായ തങ്കമായി മാറുകയുള്ളൂ. അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളുടെയും പ്രശ്നങ്ങളുടെയും തീയിൽ ചുട്ടെടുത്താൽ മാത്രമേ ഒരു മനുഷ്യനും ഉള്ളിൽ നിന്ന് തികച്ചും ശുദ്ധവും ശക്തവുമായ ഒരു വ്യക്തിയായി മാറുകയുള്ളൂ. ഇന്ന് നിങ്ങൾക്ക് തീർത്തും സഹിക്കാൻ കഴിയാത്തതും അസഹനീയവുമായി തോന്നുന്ന വേദന വിശ്വസിച്ചാലും നാളെ നിങ്ങളുടെ ഏറ്റവും വലിയ കവചമായും ഏറ്റവും വലിയ ശക്തിയായും മാറും. നിങ്ങളുടെ ഈ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതി മാറ്റി തികച്ചും പുതിയൊരു ചിന്തയോടെ നിങ്ങളിതിനെ നോക്കുമ്പോൾ ലോകത്തിലെ എത്ര വലിയ ബുദ്ധിമുട്ടിനും നിങ്ങളെ ഉള്ളിൽ നിന്ന് ദുർബലനാക്കാനോ തളർത്താനോ ഒരിക്കലും കഴിയില്ല. എന്ത് സാഹചര്യങ്ങൾ വന്നാലും ഓരോ ബുദ്ധിമുട്ടുള്ള സമയത്തും നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കി വെക്കാൻ നിങ്ങൾക്ക് കഴിയും. കാരണം ഈ സങ്കടവും ഈ പ്രശ്നങ്ങളും നിങ്ങളുടെ വളർച്ചയുടെയും നിങ്ങളുടെ പുരോഗതിയുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് വളരെ നന്നായി മനസ്സിലാവും. അവസാനമായി, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ലതോ ചീത്തയോ ആയ എല്ലാം ഭഗവാൻ തയ്യാറാക്കിയ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗം മാത്രമാണെന്ന കാര്യം വളരെ ആഴത്തിൽ മനസ്സിലാക്കുക. ഈ കാര്യങ്ങളിലൂടെയെല്ലാം മുകളിലിരിക്കുന്നവൻ നിങ്ങളെ നിങ്ങളുടെ ഏറ്റവും വലിയ നന്മയിലേക്കും നിങ്ങളുടെ ക്ഷേമത്തിലേക്കും തന്നെയാണ് നയിക്കുന്നത്. അതിനാൽ ഭഗവാന്റെ ഈ രീതിയിലും അദ്ദേഹത്തിൻ്റെ ഈ പ്രക്രിയയിലും എപ്പോഴും നിങ്ങളുടെ പൂർണ്ണ വിശ്വാസം നിലനിർത്തുക. നമ്മൾ മനുഷ്യർക്കായി ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകിയ വളരെ പ്രധാനപ്പെട്ടതും വലുതുമായ മറ്റൊരു സന്ദേശം ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും ഒരിക്കലും തോൽവി സമ്മതിക്കരുത് എന്നതാണ്. നമ്മുടെ ജീവിതയാത്രയിൽ വെല്ലുവിളികൾ വരുന്നതും പലപ്പോഴും പരാജയങ്ങൾ നേരിടേണ്ടി വരുന്നതും ആർക്കും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യം ആ പ്രശ്നങ്ങളിലൂടെയും തോൽവികളിലൂടെയും കടന്നു പോകുമ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തിലും നിങ്ങളുടെ യാത്രയിലും ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുക എന്നതാണ്. പാതി വഴിയിൽ ധൈര്യം കൈവിട്ട് ജോലി ഉപേക്ഷിക്കുന്നത് ഒരു ഭീരുവിൻ്റെ ലക്ഷണമാണ്. ഈ ബുദ്ധിമുട്ടുള്ള സമയമാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ രൂപത്തെയും അവൻ്റെ യഥാർത്ഥ സ്വഭാവത്തെയും ലോകത്തിനു മുന്നിൽ കൊണ്ടുവരുന്നത്. കടൽ തികച്ചും ശാന്തമായിരിക്കുമ്പോൾ ആർക്കും ഒരു വള്ളം തുഴയാൻ കഴിയും. അതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ കടലിൽ ഭയങ്കരമായ കൊടുങ്കാറ്റ് വീശുകയും തിരമാലകൾ ഉയരുകയും ചെയ്യുമ്പോൾ വള്ളം സുരക്ഷിതമായി കരയ്ക്കടുപ്പിക്കാൻ വലിയ ധൈര്യവും കഴിവും ആവശ്യമാണ്. അതുകൊണ്ട് നല്ല സമയങ്ങളിൽ സന്തോഷമായിരിക്കുക തന്നെ ചെയ്യുക. എന്നാൽ മോശം സമയങ്ങളിലും തകർന്നു പോകുന്നതിനു പകരം റബ്ബർ പോലെ വഴക്കമുള്ളവരാകാനും ഉറച്ചു നിൽക്കാനും പഠിക്കുക. ജീവിതത്തിൽ നമ്മൾ വിജയിക്കുമോ ഇല്ലയോ എന്നത് വലിയൊരളവിൽ നമ്മുടെ സ്വന്തം ചിന്തയെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മുടെ ചിന്ത പോസിറ്റീവും നല്ലതുമാണെങ്കിൽ നമുക്ക് വിജയിക്കാനുള്ള അവസരങ്ങൾ വളരെ കൂടുതലായിരിക്കും. എന്നാൽ നമ്മുടെ ചിന്ത നെഗറ്റീവും മോശവുമാണെങ്കിൽ ആ ചിന്ത വളരെ എളുപ്പമുള്ളൊരു ജോലിയെപ്പോലും നമുക്കൊരു വലിയ മല പോലെ ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റുന്നു. അതിനാൽ എപ്പോഴും നിങ്ങളുടെ ചിന്തയെ നല്ലതും പോസിറ്റീവുമായി നിലനിർത്തുക. എപ്പോഴും നല്ലതും നന്മയുള്ളതുമായ കാര്യങ്ങൾ ചിന്തിക്കുക. കൂടാതെ ജീവിതത്തിൽ എപ്പോഴും എന്തെങ്കിലും നല്ലത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരോടൊപ്പം, അതായത് ശുഭാപ്തി വിശ്വാസികളോടൊപ്പം നിൽക്കുക. ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയം വരുമ്പോഴെല്ലാം നിങ്ങളിലുള്ള വിശ്വാസവും ഈശ്വരനിലുള്ള പൂർണ്ണ വിശ്വാസവും മാത്രമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആശ്രയമാകുന്നത്. നിങ്ങളുടെ ജോലി എന്തായാലും അത് പൂർണ്ണ സത്യസന്ധതയോടും സമർപ്പണത്തോടും യഥാർത്ഥ കഠിനാധ്വാനത്തോടും കൂടി ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഫലം എന്തായിരിക്കുമെന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ പൂർണ്ണമായും ഉപേക്ഷിക്കുക. അത് ഭഗവാന് വിട്ടുകൊടുക്കുക. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ പരാജയം പുറം ലോകത്തിലല്ല, മറിച്ച് അവൻ്റെ സ്വന്തം മനസ്സിനുള്ളിലാണ് സംഭവിക്കുന്നത്. സമയം കഠിനമായിരിക്കുമ്പോൾ മനസ്സിൻ്റെ ആ ശക്തിയെയും നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും തിരിച്ചറിയാൻ ശ്രമിക്കുക. ഈ ആത്മവിശ്വാസം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും ഉറപ്പുള്ളതും ഒരിക്കലും ചതിക്കാത്തതുമായ കൂട്ടുകാരൻ. നിങ്ങൾ ചെയ്യുന്ന ഏതു പരിശ്രമത്തിലും പൂർണ്ണമായ സത്യസന്ധതയും അർപ്പണബോധവും നിലനിർത്തുകയും ജീവിതത്തിലെ വെല്ലുവിളികളെ ധീരനായൊരു പോരാളിയെ പോലെ നേരിടുകയും ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിനെ ഉള്ളിൽ നിന്ന് വൃത്തിയാക്കാനും ശുദ്ധീകരിക്കാനുമാണ് വരുന്നത്. അതിനാൽ ആ ബുദ്ധിമുട്ടുകളെ ഭഗവാൻ നൽകിയ പ്രസാദമായി കരുതി സ്വീകരിക്കുക. പ്രതിസന്ധി ഘട്ടത്തിലും തന്നിലും ആ പരമാത്മാവിലും വിശ്വാസം അർപ്പിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഈ ജീവിത പോരാട്ടത്തിലെ യഥാർത്ഥ വിജയി. ഭഗവാൻ എപ്പോഴും നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. അവൻ എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. നിങ്ങളുടെ പൂർണ്ണ മനസ്സോടെ അവനെ അനുഭവിക്കാൻ മാത്രമേ നിങ്ങൾ ശ്രമിക്കേണ്ടതുള്ളൂ. ജീവിതത്തിലെ ഈ പോരാട്ടങ്ങളും ഈ യുദ്ധങ്ങളും നിങ്ങളെ കൂടുതൽ ശക്തനും വിവേകിയുമായൊരു മനുഷ്യനാക്കി മാറ്റുന്നു. തങ്ങളുടെ വഴിയിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ കണ്ട് ഭയപ്പെടാതെ സന്തോഷത്തോടെ അവയെ സ്വീകരിക്കുകയും ആ പ്രശ്നങ്ങളെ തന്നെ തങ്ങളുടെ പുരോഗതിയുടെ പടവുകളാക്കി മാറ്റുകയും ചെയ്യുന്നവരുടെ കാൽക്കൽ മാത്രമാണ് വിജയം വന്ന് ചുംബിക്കുന്നത്. തന്നിൽ തന്നെ അചഞ്ചലമായ വിശ്വാസമുള്ളൊരു വ്യക്തി ഏത് വലിയ തടസ്സവും മറികടക്കാൻ എന്തെങ്കിലും ഒരു വഴി തീർച്ചയായും കണ്ടെത്തും. തങ്ങളുടെ ആത്മാവിൻ്റെ യഥാർത്ഥ ശക്തിയെ തിരിച്ചറിയുന്ന ആളുകൾ പുറം ലോകത്തെ വഴക്കുകളെയും പോരാട്ടങ്ങളെയും ഭയപ്പെടുന്നില്ല. നിങ്ങളുടെ സ്വന്തം ഇച്ഛാശക്തിയുടെ സഹായത്തോടെ നിങ്ങളെ തന്നെ പുതിയതും മികച്ചതുമായൊരു രൂപത്തിലേക്ക് മാറ്റുക.
നിങ്ങളുടെ ഇച്ഛാശക്തി നിങ്ങളുടെ നിയന്ത്രണത്തിലും അച്ചടക്കത്തിലുമാണെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്താണ്. എന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് മേൽ നിങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലെങ്കിൽ ആ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നു. സ്വന്തം മനസ്സിനെ ജയിക്കുന്നവൻ്റെ ബോധത്തിലും അവൻ്റേതായ മനസ്സിലുമാണ് ജീവിതത്തിലെ ആ ഏറ്റവും വലിയ പരമസത്യം സ്വയം വെളിപ്പെടുന്നത്. ബുദ്ധിമുട്ടുള്ളതും കഠിനമായ സമയങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തിയെ തിരിച്ചറിയാനുള്ള വളരെ മികച്ചൊരവസരമാണ്. ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ സ്വാഭാവികമായൊരു ഭാഗമാണ്. ഈ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് മനുഷ്യനിൽ ഒളിഞ്ഞിരിക്കുന്ന ധൈര്യത്തെയും അവൻ്റെ സഹിഷ്ണുതയെയും പുറത്തു കൊണ്ടുവന്ന് ലോകത്തെ കാണിക്കുന്നത്. ഓർക്കുക, ബുദ്ധിമുട്ടുകൾ വെറും കുറച്ച് ദിവസത്തേക്കുള്ള വിരുന്നുകാർ മാത്രമാണ്. അവ താൽക്കാലികമാണ്. എന്നാൽ നിങ്ങളുടെ ആന്തരിക ശക്തി എപ്പോഴും നിങ്ങളോടൊപ്പം നിൽക്കാൻ പോകുന്ന ഒന്നാണ്. അത് ശാശ്വതമാണ്. അതിനാൽ ആർക്കും തകർക്കാൻ കഴിയാത്തൊരു വിശ്വാസം നിങ്ങളിൽ എപ്പോഴും കാത്തുസൂക്ഷിക്കുക. എത്ര വലിയ പ്രതിസന്ധിയിലും തൻ്റെ നിശ്ചയദാർഢ്യവും തൻ്റെ ലക്ഷ്യങ്ങളും മുറുകെ പിടിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ പോരാളിയും ധീരനുമായി അറിയപ്പെടുന്നത്. മഹാഭാരത യുദ്ധം ആരംഭിക്കാൻ പോകുന്ന സമയത്ത് ശ്രീമദ് ഭഗവത്ഗീതയുടെ അറിവ് നൽകുന്നതിന് മുമ്പ് കുരുക്ഷേത്രത്തിലെ ആ വലിയ മൈതാനത്ത് വെച്ച് അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, ഹേ മാധവ, തയ്യാറായി നിൽക്കുന്ന ഈ 2 സൈന്യങ്ങൾക്കും കൃത്യം നടുവിലായി എൻ്റെ രഥം കൊണ്ടുപോയി നിർത്തുക. രഥം നടുവിലെത്തിയപ്പോൾ തൻ്റെ മുന്നിൽ അണിനിരന്നിരിക്കുന്ന കൗരവ സൈന്യത്തിൽ സ്വന്തം കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മുത്തച്ഛനായ ഭീഷ്മ പിതാമഹനെയും തൻ്റെ ഗുരു ദ്രോണാചാര്യരെയും തൻ്റെ സ്വന്തം സഹോദരങ്ങളെയും ബന്ധുക്കളെയും കണ്ടപ്പോൾ അർജുനൻ്റെ ഹൃദയം അഗാധമായൊരു മോഹവും അനുകമ്പയും കൊണ്ട് നിറഞ്ഞു. അവനുള്ളിൽ നിന്ന് പൂർണ്ണമായും അസ്വസ്ഥനും വ്യാകുലനുമായി മാറി. അവൻ്റെ കൈകളിൽ നിന്ന് ആയുധങ്ങൾ താഴെ വീഴാൻ തുടങ്ങി. അവൻ യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ചു. സ്വന്തം രക്തത്തെ, സ്വന്തം കുടുംബത്തെ കൊന്നൊടുക്കി ലഭിക്കുന്ന രാജ്യം അനുഭവിച്ച് ജീവിക്കുന്നതിനേക്കാൾ 1,00,000 മടങ്ങ് നല്ലത് കാട്ടിൽ പോയി സന്യാസിയാകുന്നതാണെന്ന് അർജുനൻ പറഞ്ഞു. അർജുനൻ പൂർണ്ണമായും മോഹത്തിൻ്റെ വലയിൽ കുടുങ്ങുകയും ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ തന്നെ കടമയിൽ നിന്ന് ഒളിച്ചോടുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്ത ആ സമയത്ത്, കൃത്യം ആ നിമിഷത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ ആത്മാവിനെയും നമ്മുടെ കർമ്മങ്ങളെയും നമ്മുടെ യഥാർത്ഥ ധർമ്മത്തെയും വൈരാഗ്യത്തെയും കുറിച്ചുള്ള ആ അനശ്വരവും മഹത്തായതുമായ ഉപദേശം നൽകിയത്. ആ മഹത്തായ ഉപദേശമാണ് ഇന്ന് ലോകമെമ്പാടും ശ്രീമദ് ഭഗവത്ഗീത എന്ന പേരിൽ അറിയപ്പെടുകയും പൂജിക്കപ്പെടുകയും ചെയ്യുന്നത്. അന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് വിശദീകരിച്ചത്, സ്വന്തം കർമ്മം ചെയ്യാത്തവൻ, തൻ്റെ പ്രധാനപ്പെട്ട കടമകളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പുറംതിരിഞ്ഞോടുന്നവൻ അവനൊരു ഭീരുവായി കണക്കാക്കപ്പെടുന്നു എന്നാണ്. ഇത്തരം ഭീരുക്കളായ ആളുകൾക്ക് ലോകത്ത് ഒരിടത്തും ബഹുമാനമോ ആദരവോ ലഭിക്കില്ല. സ്വന്തം കടമയിൽ നിന്ന് മുഖം തിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അധർമ്മം. അർജുനൻ തൻ്റെ മോഹത്തിൽ കുടുങ്ങി പലതരം ന്യായങ്ങൾ പറയുകയും തർക്കിക്കുകയും ചെയ്തപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒന്നും മിണ്ടാതെ ശാന്തനായി നിന്നു. എന്നാൽ അർജുനൻ തൻ്റെ അഹങ്കാരമെല്ലാം ഉപേക്ഷിച്ച് കണ്ണുകൾ നിറഞ്ഞ പൂർണ്ണമായും ഭഗവാന്റെ ശരണത്തിൽ വരികയും വഴി കാണിച്ചു തരാൻ അപേക്ഷിക്കുകയും ചെയ്തപ്പോൾ മാത്രമാണ് ഭഗവാൻ തൻ്റെ ആ മഹത്തായ ഉപദേശം നൽകാൻ തുടങ്ങിയത്. മനുഷ്യൻ്റെ ഉള്ളിൽ അഹങ്കാരവും ഗർവവും നിറഞ്ഞിരിക്കുന്നിടത്തോളം കാലം അവന് ഭഗവാന്റെ കൃപ ലഭിക്കില്ല എന്ന വളരെ വലിയ പാഠം ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. സ്വന്തം അഹങ്കാരം പൂർണ്ണമായും ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ ദൈവാനുഗ്രഹവും യഥാർത്ഥ അറിവും ലഭിക്കുകയുള്ളൂ. ഈ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ലെന്നും അത് അമർത്യമാണെന്നും ശ്രീകൃഷ്ണൻ അർജുനന് മനസ്സിലാക്കി കൊടുത്തു. ഫലത്തെക്കുറിച്ച് യാതൊരു ഉത്കണ്ഠയുമില്ലാതെ സ്വന്തം കർമ്മം ചെയ്യാനുള്ള വഴി അദ്ദേഹം അർജുനന് കാണിച്ചു കൊടുത്തു. ഇതോടെ അർജുനൻ്റെ മനസ്സിലെ ആ അന്ധമായ മോഹം എന്നേക്കുമായി ഇല്ലാതായി. ദുഃഖിക്കാനോ സങ്കടപ്പെടാനോ അർഹതയില്ലാത്തവർ, അതായത് തെറ്റായ പ്രവൃത്തികളെയും അധർമ്മത്തെയും പിന്തുണയ്ക്കുന്നവർ, അവർ നമ്മൾ എത്രത്തോളം ആദരിക്കുന്നവരോ ബഹുമാനിക്കുന്നവരോ ആണെങ്കിലും ശരി, അവരുടെ മരണത്തിലോ ജീവിതത്തിലോ നീ സങ്കടപ്പെടേണ്ടതില്ലെന്ന് ഭഗവാൻ പറഞ്ഞു. ധർമ്മവും സത്യവും സംരക്ഷിക്കുന്നതിനായി ഈ യുദ്ധം ചെയ്യുക എന്നത് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ കടമ. ഇത് തന്നെയാണ് നിന്റെ ധർമ്മവും. നമ്മൾ വരുത്തുന്ന തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടതും വലുതുമായ ഒരു അനുഭവമാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ മനുഷ്യരാണ്. മനുഷ്യർക്ക് തെറ്റുകൾ സംഭവിക്കുക എന്നത് വളരെ സ്വാഭാവികവും സാധാരണവുമായ കാര്യമാണ്. എന്നാൽ തെറ്റു ചെയ്തതിനു ശേഷം നമ്മൾ അതിൽ നിന്നൊന്നും പഠിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഏറ്റവും വലിയ മണ്ടത്തരവും വിഡ്ഢിത്തവുമാണ്. നമ്മുടെ ഓരോ തെറ്റും ഒരു നല്ല അധ്യാപകനെ പോലെ എന്തെങ്കിലും നമ്മെ പഠിപ്പിക്കാനാണ് വരുന്നത്. ആ തെറ്റിൽ നിന്ന് പഠിക്കാൻ നമ്മുടെ മനസ്സ് പൂർണ്ണമായും തയ്യാറായിരിക്കണം എന്നത് മാത്രമാണ് ഇതിലെ ഏക നിബന്ധന. എന്തൊക്കെ സംഭവിക്കുന്നുവോ അതെല്ലാം എപ്പോഴും നല്ലതിനു വേണ്ടിയാണെന്ന ഭഗവാന്റെ വളരെ പ്രശസ്തവും മനോഹരവുമായ ഈ വാക്യം വെറുമൊരു സാധാരണ കാര്യമല്ല, മറിച്ച് ഇത് ജീവിതത്തിലെ വളരെ ആഴത്തിലുള്ളൊരു സത്യമാണ്. എന്നിരുന്നാലും നമ്മുടെ മോശപ്പെട്ടതും ബുദ്ധിമുട്ടുള്ളതുമായ സമയം കടന്നു പോകുമ്പോൾ ഈ കാര്യം അംഗീകരിക്കാനും അത് ഉൾക്കൊള്ളാനും വളരെ ബുദ്ധിമുട്ടാണ്.
നമുക്കെന്തെങ്കിലും മോശം സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മോട് അനീതി കാണിക്കുമ്പോഴോ നമ്മുടെ വിശ്വാസം ഇളകാൻ തുടങ്ങുകയും നാം തകർന്നു പോകുകയും ചെയ്യുന്നു. എന്നാൽ ജീവിതത്തിലെ ഈ കൈപ്പേറിയതും ബുദ്ധിമുട്ടേറിയതുമായ അനുഭവങ്ങൾ നമ്മെ ഉള്ളിൽ നിന്ന് കൂടുതൽ ശക്തരും ഇരുമ്പ് പോലെ കരുത്തരുമാക്കുന്നതെന്നതാണ് സത്യം. ഇവ നമ്മുടെ സഹനശക്തിയും വിവേകവും വർദ്ധിപ്പിക്കുന്നു. ഒരു അമ്മ തൻ്റെ രോഗിയായ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ വളരെ കൈപ്പേറിയ ഒരു മരുന്ന് കൊടുക്കുന്നത് പോലെയാണിതെന്ന് മനസ്സിലാക്കുക. കുട്ടി കരയുമെങ്കിലും ആ മരുന്ന് അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ വരുന്ന ഈ ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും സന്തോഷത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സമയത്ത് നമുക്കൊരിക്കലും പഠിക്കാൻ കഴിയാത്ത വളരെ പ്രധാനപ്പെട്ട പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ മോശപ്പെട്ടതും ദുഃഖകരവുമായ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ വ്യക്തമായൊരു കണ്ണാടി വെക്കുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ലോകത്തിൻ്റെ ഈ തിരക്കിൽ ആരാണ് ശരിക്കും നമ്മുടെ സ്വന്തമെന്നും ആരാണ് അന്യരെന്നും അവ നമുക്ക് കാണിച്ചു തരുന്നു. ആരെങ്കിലും ഒരാൾ നമ്മെ ചതിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അടഞ്ഞ കണ്ണുകൾ തുറക്കപ്പെടുന്നു. അപ്പോൾ മാത്രമാണ് നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ച നമ്മുടേതെന്ന് നമ്മൾ കരുതിയ ആളുകളുടെ മനസ്സിന്റെ യഥാർത്ഥ ഉദ്ദേശം മറ്റെന്തൊക്കെയോ ആയിരുന്നെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ലോകത്ത് പലരും തങ്ങളുടെ മുഖത്തൊരു വ്യാജ മുഖംമൂടി ധരിച്ചാണ് നടക്കുന്നത്. ഒരു വ്യക്തിയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാകുന്നത് മോശം സമയത്തിന്റെ പരീക്ഷണത്തിൽ മാത്രമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ വളരെ മോശമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിലുള്ള വ്യക്തിക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട അവന്റെ സ്വാർത്ഥതയും ലക്ഷ്യവും പൂർത്തിയായി കഴിയുമ്പോൾ. ലോകത്തിലെ ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ സ്വന്തം ആവശ്യത്തിനു വേണ്ടി മാത്രമാണ് നിങ്ങളെ പിന്തുണയ്ക്കുന്നത്. അവരുടെ ആ ആവശ്യം കഴിയുമ്പോൾ അവർ നിങ്ങളിൽ നിന്നുള്ള വഴി പിരിയുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ജീവിതത്തിന്റെ ഈ കൈപ്പേറിയ സത്യത്തെ ഓർത്ത് ഒരിക്കലും ഭയപ്പെടരുത്. മറിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയവരെ സന്തോഷത്തോടെ പോകാൻ അനുവദിക്കുക. അവരെ തടയാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ അവരോട് യാതൊരു കയ്പോ ദേഷ്യമോ വെച്ച് പുലർത്തരുത്. പകരം അവർ നിങ്ങൾക്ക് ജീവിതത്തിലെ ഇത്രയും വലിയൊരു പാഠം പഠിപ്പിച്ചു തന്നതിന് മനസ്സുകൊണ്ട് അവർക്ക് നന്ദി പറയുകയും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുകയും ചെയ്യുക. ഓർക്കുക, യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വന്തമായ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ചു പോകില്ല. അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കാരണം അവർക്ക് പോകേണ്ടി വന്നാലും അവർ തീർച്ചയായും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. ഈ ലോകത്തിന്റെയും ബന്ധങ്ങളുടെയും ഈ സ്വാർത്ഥമായ കളിയെ വളരെ നന്നായി മനസ്സിലാക്കുക. ആരോടും അമിതമായ പ്രതീക്ഷകൾ വയ്ക്കരുത്. നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ കർമ്മങ്ങളിലും പൂർണ്ണ സത്യസന്ധതയോടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും സമാധാനം എപ്പോഴും നിലനിർത്തുകയും ചെയ്യുക.